ഓക്കെ, ഗുഡ് ഈവനിങ് എവരി വൺ. നിങ്ങൾക്കിപ്പോ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? അതേപോലെ സ്ലൈഡ് ഒക്കെ കാണുന്നുണ്ടോ എന്ന് പ്രതികരിക്കും ആരെങ്കിലും? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ. സ്ലൈഡ് കാണുന്നില്ലേ നമ്മുടെ സ്ലൈഡ്? ഓക്കെ 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 ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. നമ്മുടെ ക്ലാസ്സുകൾ ടോപ്പിക്കൊക്കെ ഏകദേശം എല്ലാവരും കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. നമ്മുടെ എക്സാം നമുക്കറിയാം ഫെബ്രുവരി 21, 22. ഇനി എത്ര ദിവസം ഉണ്ട്? ആർക്കും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? എത്ര ദിവസം ഉണ്ട് ഇനി? നിങ്ങൾക്ക് തോന്നുന്നു 10 താഴെ അല്ലേ? 8 ദിവസമേ ഇനി എക്സാമിനുള്ളൂ. അതായത് ഒരാഴ്ച ഇനി കാര്യമായിട്ട് എക്സാമിന് നമുക്ക് പഠിക്കാൻ സമയമുള്ളൂ. അപ്പോ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്ര മാക്സിമം ചെയ്ത് തീർക്കാൻ പറ്റുമോ അത്ര നിങ്ങൾക്ക് ചെയ്ത് തീർക്കാം. അതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതേ പാറ്റേണിൽ പലപ്പോഴും അതേ ചോദ്യങ്ങൾ തന്നെ മാറ്റിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കേട്ടിട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഇനിയുള്ള ദിവസങ്ങളിൽ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം 2 പ്രീവിയസ് ഇയർ വെച്ചിട്ട് എന്ത് ചെയ്യുക. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഇന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുന്നത്, സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി 8 ദിവസമുള്ളൂ. ആദ്യം തന്നെ പറയാനുള്ളത് പ്രീവിയസ് ഇയർ ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇഷ്ടം പോലെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് കേട്ടിട്ട് എന്ന് പറഞ്ഞാല് ഒരു 5, 6, 7, 8, 9 ആ ഒരു ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള എക്സാം ആണ്. പിന്നെ സൈക്കോളജി ഉണ്ട്, ജനറൽ മാത്സ് ഉണ്ട്, ഇംഗ്ലീഷും മലയാളമൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മളെ DLED-നും BEd-നും ഒക്കെ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അതെന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യണം. എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ടൈമുകൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് എന്ത്, സമയമില്ല. പ്രത്യേകിച്ച് മാത്സിന് സമയം മാക്സിമിലാണ് പോകുന്നത്. ഞാൻ പറയാ, മാക്സിമം എന്ത് ചെയ്യണ്ട, നിങ്ങൾ സമയം കളയണ്ട. നിങ്ങൾ ലോജിക്കായിട്ട് എന്ത് ചെയ്യുക, ഉത്തരം സോൾവ് ചെയ്യുക. നിങ്ങൾ പഠിച്ച രീതിയിൽ സോൾവ് ചെയ്യുക. നെഗറ്റീവ് മാർക്ക് ഇല്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക, പറ്റുന്നതൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. പിന്നെ പറയാനുള്ളത് 82 or 90 അല്ലെ? എന്താ 82 or 90? കേട്ടറ്റിൽ നമുക്ക് ആർക്കും ഫസ്റ്റ് റാങ്ക് അടിക്കേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ 82 മാർക്ക് OBC കാറ്റഗറിക്ക്, 52 മാർക്ക്, ജനറൽ ആണെങ്കിൽ 90 മാർക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സ്കോർ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങളൊരു 100 മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും കോൺഫിഡന്റ്ലി പറയാം, 100 മാർക്കെങ്കിലും എന്ത് ചെയ്യണം, എനിക്ക് സ്കോർ ചെയ്യണം. 150 തന്നെ ലക്ഷ്യം വെച്ചോളി. പക്ഷെ 100 എന്ത് ചെയ്യണം, 100 ആവണം നമ്മളെ ലക്ഷ്യം. ഒരിക്കലും 90, 82 ആവരുത്. ഇത് പറയാൻ കാരണം എന്താ വെച്ചാല്, പലപ്പോഴും പല കുട്ടികൾ 81, 89 ഒക്കെ ആയിട്ട് 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ കേട്ടിട്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. എല്ലാ കൊല്ലം ഉണ്ടാവാറുണ്ട്. ഒരു കൊല്ലമല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ 2, 3 സ്റ്റുഡൻസ് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. 1 മാർക്കിന് എന്ത് ചെയ്തു, കേട്ടിട്ട് പോയി. സാറ് അത് കൂട്ടാൻ എന്തെങ്കിലും വയ്യുണ്ടോ, ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യോ, കോടതി പോവോ, അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ എന്ത് ചെയ്യാ, എപ്പോഴും പക്കയായിട്ട് എന്ത് ചെയ്യാ, പോവാ. ഓക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നിങ്ങൾ പറയാ. കേൾക്കാത്തതോ സ്ലൈഡ് കാണാത്തതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, പറയാ. സംശയം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കമന്റിൽ ചോദിക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഒരു 30 ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാറ്റഗറി 2-ന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ പഠിച്ച കാര്യങ്ങളും ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോ നമ്മുടെ ക്ലാസ്സിൽ എടുത്ത ഭാഗം തന്നെയാണ് ഒരു ഭൂരിഭാഗം ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. പിന്നെ മാത്സിൽ ഒരു 24 ക്വസ്റ്റ്യൻ പ്രോബ്ലം ബേസ് ചെയ്തിട്ടും ബാക്കി ഒരു 6 ക്വസ്റ്റ്യൻ പലപ്പോഴും പെഡഗോജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. പെഡഗോജിയുമായി ബന്ധപ്പെട്ട ഒരു 5, 6 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ തന്നെ 24 മാർക്ക് ഡയറക്റ്റ് മാത്തമാറ്റിക്സിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാവരും സെറ്റ് ആണ് വിചാരിക്കുന്നു. എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും ഒരു തംസപ്പ് ഒന്ന് കമന്റ് ചെയ്യോ? കഴിഞ്ഞ ഒന്ന് തംസപ്പ് കമന്റ് ചെയ്ത് നമുക്ക് നേരെ സെക്ഷനിലേക്ക് കടക്കാം. ഓക്കെ ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാം ഒരു വിഷയത്തിന് 30 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. മാത്തമാറ്റിക്സിന് 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ ഇംഗ്ലീഷിനും സയൻസിനും സൈക്കോളജിക്കും ഒക്കെ എന്ത് ചെയ്യും, 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ മാത്തമാറ്റിക്സിന് 30 ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നു, നിങ്ങൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏകദേശം ടോപ്പിക് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 25 മാർക്കിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, പറയുമ്പോൾ ആൻസർ കമന്റ് ചെയ്താൽ മതി. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗണിത ചരിത്രം പഠിക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം അല്ലാത്തത്. ഗണിതത്തിന്റെ ചരിത്രം അഥവാ മാത്സ് ഹിസ്റ്ററി പഠിക്കുന്നതിന്റെ ലക്ഷ്യമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഒന്ന്, നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ അപഗ്രഥിക്കുന്നതിന്, ദേശീയ അന്തർദേശീയ മൂല്യങ്ങൾ വളർത്തുന്നതിന്, ഗണിത പഠനത്തിൽ കുട്ടികൾക്ക് താല്പര്യം ജനിപ്പിക്കുന്നതിന്, പാഠഭാഗങ്ങൾ അവതരിപ്പിക്കാൻ
അനുയോജ്യമായ സന്ദർഭങ്ങൾ കണ്ടെത്തുന്നതിന്. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇനി ഒന്നെങ്കിൽ ചരിത്ര പഠനത്തിൽ ഉദ്ദേശം ചോദിക്കും, ഉദ്ദേശം അല്ലാത്തത് ചോദിക്കും. അത് ഫസ്റ്റ് ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പലപ്പോഴും ഓപ്ഷൻ എല്ലാം ശരിയാണെന്ന് എന്ത് ചെയ്യും നമുക്ക് തോന്നും. അപ്പൊ എന്ത് ചെയ്യരുത്, നമ്മൾ എന്ത് ചെയ്യാ, 2 3 വട്ടം വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, ഓപ്ഷനായിട്ട് കറുപ്പിക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കൂ, നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ അപഗ്രഥിക്കുന്നതിന് ചരിത്രമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ചോദിച്ചാല് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ദേശീയ അന്തർദേശീയ മൂല്യം വളർത്താനൊക്കെ ചരിത്രം സഹായിക്കും എന്നൊക്കെ എന്ത് ചെയ്യും ചിലർ ചിന്തിക്കും. പക്ഷെ ഇവിടെ പറയുന്നു ഓപ്ഷൻ ബിയും സിയും ഡിയും എന്താണ്, ചരിത്ര പഠനത്തിന്റെ ഗണിത ചരിത്ര പഠനത്തിന്റെ ലക്ഷ്യമാണ്. ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അഥവാ നിത്യജീവിതത്തിലെ പഠനത്തിന് മാത്സിന്റെ ചരിത്രം അത്രത്തോളം ഇമ്പോർട്ടന്റ് ഇല്ല. മാത്സിന്റെ ചരിത്രം പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സാധാ കണക്ക് കൂട്ടലുകളും പണവിനിമയം ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ ഏതാണോ ശരിയാവാൻ സാധ്യത ഉള്ളത് ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മള് ഓപ്ഷൻ കറുപ്പിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി അത് ഇനിയിപ്പോ ശരിയാവൂല വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, ഒരിക്കലും കറുപ്പിക്കാതിരിക്കരുത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്, കേട്ടതിന് നെഗറ്റീവ് ഇല്ല, വെറുതെ മാർക്ക് പോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ എ ആണെന്ത് ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെ എന്ത് ചെയ്യുന്നു, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഗണിതത്തിലെ പ്രശ്ന പരിഹരണ തന്ത്രം അല്ലാത്തത് ഏത്? പ്രോബ്ലം സോൾവിങ്ങിന്, മാത്സിൽ പ്രോബ്ലം സോൾവിങ്ങിന് യൂസ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. അതാ എല്ലാവരും ഓപ്ഷന് കമന്റ് ചെയ്യുന്നുണ്ട്. ബി ആണെന്ത് കറക്റ്റ് ആൻസർ. കാരണം നോക്കൂ, ചിത്രം വരക്കൽ, നമ്മളെ ജാമിതിയുടെ പ്രധാനപ്പെട്ട ഭാഗം തന്നെ ചിത്രം വരക്കലാണ്. അതുകൊണ്ട് അതൊരിക്കലും തള്ളി കളയാൻ പറ്റൂല. ഇനി നോക്കൂ, പിറകോട്ട് ചിന്തിക്കൽ അല്ലെങ്കിൽ റിവേഴ്സ് തിങ്കിങ്, ഇതെന്താണ് പ്രോബ്ലം സോൾവിങ്ങിന് മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കും. കാരണം ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ആ ഉത്തരം എങ്ങനെ കിട്ടി, അതിന്റെ സ്റ്റെപ്പ് ഒക്കെ എന്ത് ചെയ്യണം, കുട്ടിക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ പിന്നീട് ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ ചോദ്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, പിറകോട്ട് ചിന്തിക്കൽ എന്നുള്ളത് എന്ത് ചെയ്യണം, അത് അത്യാവശ്യമായ ഒന്നാണ്. ഊഹിക്കലും പരിശോധിക്കലും എന്താണ്, ഊഹിക്കലും പരിശോധിക്കലും എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ട്രയൽ ആൻഡ് എറർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ കോയിൻ ടോസ് ചെയ്യുക, അല്ലെങ്കിൽ ഡൈസ് ഇടുക. ഇങ്ങനത്തെ സന്ദർഭത്തിലൊക്കെ പ്രോബബിലിറ്റി സ്റ്റാറ്റി ഭാഗങ്ങളിലൊക്കെ എന്താണ്, കൂടുതലും ഊഹിക്കലും പരിശോധിക്കലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, മാത്സിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രൈമറി തലങ്ങളിലൊക്കെ എന്താണ്, ഊഹിക്കലിനും പരിശോധിക്കലിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഗണിത പ്രശ്നപരിഹാര തന്ത്രമല്ലാത്തത് മനഃപ്പാടമാക്കലാണ്. കാരണം മാത്സിൽ മനഃപ്പാടത്തിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് ഇല്ല. അപ്പൊ ചിലർ ചോദിക്കും എന്താണ്, ഇക്വേഷൻ ഒക്കെ കാണാതെ പഠിക്കണ്ടേ, ചില കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഗുണന പട്ടിക കാണാതെ പഠിക്കണ്ടേ. ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ ഏറ്റവും ഇതിലേറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്താണ്, മനഃപ്പാടമാണ്. കാരണം മനഃപ്പാടത്തിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് മാത്സിൽ ഇല്ല. പിന്നെ നമ്മുടെ DLEDന്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നപരിഹരണ തന്ത്രത്തില് മനഃപ്പാടം പറയുന്നില്ല താനും. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്, ഒരു പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. നോക്കിക്കോളൂ, ഇത് കൂട്ടുപലിശയുമായി ബന്ധപ്പെട്ടതാണ്. കൂട്ടുപലിശയുണ്ട്, സാധാരണ പലിശയുണ്ട്. നമുക്കറിയാം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും അല്ലെങ്കിൽ കേഡറ്റിനൊക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് എന്ത്, സാധാരണ പലിശ അല്ലെങ്കിൽ കൂട്ടുപലിശ. അതുകൊണ്ട് ആ ഒരു ഭാഗം എന്ത് ചെയ്യണം, എല്ലാവരും പക്കയാക്കിയിട്ട് പോകണം. ഇതിന്റെ ക്ലാസ് നമ്മൾ എടുത്തതാണ്, ക്ലാസ്സിൽ ഒരു പക്ഷേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കാം. എന്നാലും എന്ത് ചെയ്യാന്ന് നമ്മൾ സോൾവ് ചെയ്യാണ്. നമ്മളോട് ചോദിച്ചത് എന്താണ്, 2000 രൂപക്ക് 10% കൂട്ടുപലിശ നിരക്കിൽ 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന കൂട്ടുപലിശ എത്ര? ശ്രദ്ധിക്കണേ, 2000 രൂപ ഒരാൾ എന്ത് ചെയ്തു, ബാങ്കിൽ നിക്ഷേപിച്ചു. 10% എന്ത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ എന്നുള്ളത് എന്താണ്, 10%. 2 വർഷം കഴിയുമ്പോൾ ഉള്ള കൂട്ടുപലിശ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ അല്ലേ? കൂട്ടുപലിശയുണ്ട്, സാധാരണ പലിശയുണ്ട്. അത് ശ്രദ്ധിക്കണം. ഞാൻ എന്ത് ചെയ്യാ, രണ്ടിന്റെയും ഇക്വേഷനും പറഞ്ഞുതരാം, എങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാ, ചോദ്യത്തിൽ ചോദിച്ച പോലെ കൂട്ടുപലിശ കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എഴുതാൻ പോകുന്നത്. നോക്കിക്കോളൂ, A is equal to P into 1 plus R by 100 raised to T. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇക്വേഷനുകൾ പഠിച്ചിട്ടുണ്ടാവും. പി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ മൂലധനമാണ്. 2000 ആണ് എന്ത്, പി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2000 ആണ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, പലിശ നിരക്കാണ് അല്ലെ, പലിശ നിരക്ക് ഇവിടെ അറിയാം 10% ആണ്. ടി എന്ന് പറഞ്ഞാല് ടൈം പീരീഡ് ആണ്, എത്ര കാലാവധി എന്നാണ്, ഇവിടെ 2 ആണ് എന്ത്, ടൈം പീരീഡ്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ആൻസർ കിട്ടും. നോക്കിക്കോളൂ, നമുക്കറിയാം A is equal to പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാ, 2000 into
1 പ്ലസ് 6 എത്രയാണ്? പലിശ നിരക്ക് 10 ആണ്. 10/100 സ്ക്വയർ ചെയ്താൽ മതി. എങ്ങനെ ചെയ്യാം? നമുക്കറിയാം 10/100 എങ്ങനെ ചെയ്യാം? 2 പൂജ്യം അടിയിലുണ്ടെങ്കിൽ, ഛേദത്തിൽ 2 പൂജ്യം ഉണ്ടെങ്കിൽ അംശത്തിൽ 2 സ്ഥാനം എന്ത് ചെയ്യണം? മാറ്റി കുത്തരണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 0.1 എന്ന് കിട്ടും. അഥവാ 2000 ഇൻറ്റു 1 പ്ലസ് ഇത് 0.1 ആയി 0.1 ഹോൾ സ്ക്വയർ, അഥവാ 2000 ഇൻറ്റു 1.1 സ്ക്വയർ. 1.1 സ്ക്വയർ എങ്ങനെ കാണാം? പോയിന്റ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം? ഗുണിക്കാം, അല്ലെങ്കിൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് സ്ക്വയർ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അവസാനം പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ നമ്മൾ ദശാംശത്തിൽ പഠിച്ചതാണ്. ഇതൊക്കെ എന്ത് ചെയ്യും? ചിലപ്പം മറ്റു പല ക്വസ്റ്റ്യനിലും എന്ത് ചെയ്യും? ആവശ്യം വരും. അപ്പൊ എന്ത് കിട്ടും? 11 സ്ക്വയർ നമുക്കറിയാം എന്താണ്? 121 ആണ്. ചോദ്യത്തില് ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ 1.1 ഒരു പോയിന്റേ ഉള്ളൂ. സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? 2 പോയിന്റ് മാറ്റിയിടണം. അതാ 1.21 ആവും എന്ത് 1.1ന്റെ സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം? ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2420 എന്ന് കിട്ടും. ഇതല്ലേ ആൻസർ? ചിലപ്പോ ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മളോട് ചോദിച്ചത് 2 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന തുകയല്ല, എത്രയാണ് കൂട്ടുപലിശ എന്നാ ചോദിച്ചത്. അഥവാ പലിശയായിട്ട്, ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് എത്ര കിട്ടിയെന്നാ ചോദിച്ചത്. അതുകൊണ്ട് എന്ത് പറയാം? 2420 എന്ത് ചെയ്യാം? 2000 നമുക്ക് മൈനസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 420 എന്ന് കിട്ടും. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് എന്താ കറക്റ്റ് ആൻസർ. ഇനി ചില ആളുകൾ എന്ത് ചെയ്തു? 400 എന്ന് കമന്റ് ചെയ്തത് കണ്ടു. എന്താണ് 400? നമ്മുടെ സാധാരണ പലിശ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 400 എന്ന് കിട്ടും. അപ്പൊ ഇക്വേഷൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ മാർക്ക് പോകും. കാരണം സാധാരണ പലിശന്റെ ഉത്തരം ഉണ്ടാവും, കൂട്ടുപലിശന്റെ ഉത്തരം ഉണ്ടാവും. സാധാരണ പലിശന്റെ ഇക്വേഷൻ ഞാൻ എഴുതി തരാം. സാധാരണ പലിശ P ഇൻറ്റു R ഇൻറ്റു T/100 എന്നാണ് വരിക. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2400 എന്ന് കിട്ടും. 2400 എന്ന് കിട്ടും. 2400 എന്ത് ചെയ്യും? നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ 2400 2000 മൈനസ് ചെയ്ത് എന്ത് ചെയ്യും? നമുക്ക് 400 ആണ് പലിശ എന്ന് കിട്ടും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? സാധാരണ പലിശ വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യുക. നമ്മോട് ചോദിച്ചത് കൂട്ടുപലിശയാണ്. കൂട്ടുപലിശ ആയതുകൊണ്ട് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലിശയുമായി ബന്ധപ്പെട്ട ചോദ്യം സ്ഥിരമായിട്ട് കേട്ടിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഇനി നോക്കിക്കോളൂ. എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ചില സംഖ്യകൾ കാണാത്തുണ്ട്. അന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ എഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, നോക്കിക്കോളൂ. ഇവിടെ എക്സും വൈയും കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ആൻസർ, ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആരും ചെയ്യരുത്, തെറ്റിക്കും ചെയ്യരുത്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സ്ക്വയർ ഉണ്ട്, വർഗവും വർഗമൂലവും ഒക്കെ എടുക്കാണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ഇനി ടൈം പോകുന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്? ചെയ്യാതിരിക്കരുത്. ഇങ്ങനത്തെ ചോദ്യത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ചെറിയൊരു ത്രെഡ് അല്ലെങ്കിൽ ചെറിയൊരു ലൂപ്പ് ഹോൾ ഉണ്ടാവും. പെട്ടെന്ന് ചെയ്യാൻ ഉള്ള ചെറിയൊരു ലൂപ്പ് ഹോൾ ഉണ്ടാവും. ഇതൊക്കെ വെറും 10-15 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും എന്ത് ചെയ്യാം? ശ്രദ്ധിച്ചിരിക്കാൻ നോക്കിക്കോളൂ. നമ്മൾക്ക് എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1/9 ആണ്. വൈന്റെ വാല്യൂ തന്നിട്ടുണ്ട് എന്താണ്? -1/4 ആണ്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 81x² പ്ലസ് 16y² എത്രയെന്ന് ചോദിച്ചത്. അഥവാ ഇതിൽ എക്സിനും വൈക്കും പകരം 1/9 -1/4 എന്ത് ചെയ്യണം? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കണം. നോക്കിക്കോളൂ. 81 ഇൻറ്റു x² ആയി ചോദിച്ചത്, അഥവാ 1/9 ഹോൾ സ്ക്വയർ പ്ലസ് 16 ഇൻറ്റു -1, ശ്രദ്ധിക്കണേ, -1/4 സ്ക്വയർ. ഇതെങ്ങനെ ചെയ്യാം നമുക്ക്? നോക്കിക്കോളൂ. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ബ്രാക്കറ്റിലെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ സ്ക്വയർ ചെയ്യണം. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നോക്കിക്കോളൂ. 81 ഇൻറ്റു 1, 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. ഭിന്നസംഖ്യന്റെ സ്ക്വയർ എങ്ങനെ കാണാന്നൊക്കെ നമ്മൾ പറഞ്ഞതാ. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. 9ന്റെ സ്ക്വയർ എന്ത് ചെയ്യും? 81 വരും. പ്ലസ് 16 ഇൻറ്റു -1ന്റെ സ്ക്വയർ എന്താടാ? -1ന്റെ സ്ക്വയർ 1 ആണ്. -1ന്റെ ക്യൂബ് -1 ആണ്. -1⁴ എന്താണ്? -1⁴ 1 ആണ്. -1⁵ -1 ആണ്. അഥവാ നമ്മുടെ സ്ക്വയറിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ കൃത്യംഗത്തിൽ വരുന്ന സംഖ്യ ഓഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? -1 ആയിരിക്കും. ഇനി അത് ഈവൻ ആണെങ്കിൽ സ്ക്വയർ, അല്ലെങ്കിൽ ⁻⁴ ഒക്കെ ആണെങ്കിൽ എന്താണ്? അത് 1 ആയിരിക്കും. ഇവിടെ എന്താണ്? സ്ക്വയർ ആണ് വന്നത്. അതുകൊണ്ട് -1ന്റെ സ്ക്വയർ 1 ആണ്. 4ന്റെ സ്ക്വയർ 16 ആണ്. ഇനി എന്ത് ചെയ്യാ?
ഈസി ആയിട്ട് നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം. 81 ക്യാൻസൽ ചെയ്യുന്നു, 16 ക്യാൻസൽ ചെയ്യുന്നു, ഇവിടെയും ഒന്നുണ്ടാവും, ഇവിടെയും ഒന്നുണ്ടാവും. അപ്പം 1+1 2 എന്ത് കറക്റ്റ് ആൻസർ. കുറെ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യം തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏതായാലും എന്ത് ചെയ്യാണ്, ഉത്തരം ചെയ്തവർക്കൊക്കെ ഒരു വെരി ഗുഡ് പറയാണ്. കാരണം പെട്ടെന്ന് സോൾവ് ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങൾക്ക് സമയം കിട്ടും. മാത്സ് സമയം പോകുന്നില്ല. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉള്ളതേക്കാരം, നമ്മൾ കണ്ട ക്വസ്റ്റ്യനേക്കാരം എത്ര ആയിട്ട് ഓപ്ഷനിലുള്ള ഉത്തരം കിട്ടണില്ല, അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വീണ്ടും ഇങ്ങനെ ചെയ്യും. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചോദ്യമൊക്കെ ചെയ്ത് അവസാനമായിക്ക് വന്നാൽ മതി. ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ചില ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഇവിടെ -1 മൈനസ് കാണാത്തത് ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ -1 പകരം വേറെ മൈനസ് ഉള്ള വേറെ സംഖ്യയൊക്കെ ആണെങ്കിൽ ചെറിയ മാറ്റം വരും. അപ്പൊ എന്ത് ചെയ്യാ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓപ്ഷനിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുക. ചിലപ്പോ ഓപ്ഷനിൽ ഇല്ല, ഓപ്ഷൻ തെറ്റായിക്കാരം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും സമയം പോകാറുണ്ട്. എന്ത് ചെയ്യാ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കോളൂ. ഒരു കാറ് 60 കിലോമീറ്റർ പെർ ഹവർ അല്ലെങ്കിൽ 60 കിലോമീറ്റർ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഈ കാറിന് 150 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം വേണ്ടി വരും? ഒരു കാറിന് മണിക്കൂറിൽ എത്രയാണ്, 60 കിലോമീറ്റർ പെർ ഹവർ ആണ് ഒരു മണിക്കൂറിലെ സ്പീഡ്. നമ്മോട് ചോദിച്ചത് 150 കിലോമീറ്റർ ദൂരം 150 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഈ കാറിന് എത്ര സമയം വേണം? സമയവും ദൂരവും വേഗതയൊക്കെ ബന്ധപ്പെട്ട പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഒരു ത്രികോണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചത്? DTS. അഥവാ എന്താണ്, ദൂരം കാണാന് ഡിസ്റ്റൻസ് കാണാന് സമയം ഇൻറ്റു സ്പീഡ്. ഇനി ടി ആണ് കാണേണ്ടത്, എന്ത് ചെയ്യാം, ടി നമുക്ക് മറിച്ച് പിടിക്കാം. ടി ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ടി നമുക്ക് മറിച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യാം, D/S. സമയം കാണാന് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സ്പീഡാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താ കാണേണ്ടത്? സമയമാണ് കാണേണ്ടത്, അഥവാ ടൈം ആണ് കാണേണ്ടത്. ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഡിസ്റ്റൻസ് ബൈ എന്താണ്, സ്പീഡാണ്. ദൂരം ബൈ സമയം. ഇവിടുത്തെ ദൂരം എത്രയാണ്? 150 ആണ്. ഇവിടുത്തെ സ്പീഡ് മണിക്കൂറിൽ 60 ആണ്. 150നെ 60 കൊണ്ട് എന്ത് ചെയ്യാ, ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് ചെയ്യാം. കാരണം എന്താ, 60ന്റെ ഇരട്ടി 120, പിന്നെ ഒരു 60ന്റെ പകുതി ഒരു 30 കൂടി കൂട്ടി എന്ത് ചെയ്ത് 150 ആയി. അഥവാ 60ന്റെ 2.5 ഇരട്ടിയാണ് എന്ത് 150 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് സാധാ പോലെ അരിച്ചു നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, 2.5 എന്ത് ചെയ്യും, ഉത്തരം കിട്ടും. അല്ലെങ്കിൽ 2.5 മണിക്കൂർ, 2 മണിക്കൂറും 30 മിനിറ്റ് ഒന്നും കിട്ടും അല്ലെ? 2.5 മണിക്കൂർ നമ്മൾ വേർഡ്സിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ 2 മണിക്കൂറും 30 മിനിറ്റും എന്നാണ് എന്ത്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യം തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ അറിഞ്ഞവർക്ക് എന്താണ്, സിമ്പിൾ ആണ്, ഒന്നും തെറ്റല്ല. കാരണം ഇവിടെ മണിക്കൂറിലും തന്നെയാണ് എന്ത് ചെയ്തത്, ഓപ്ഷൻ ഇതൊക്കെ ഉള്ളത്. ചിലപ്പോൾ എന്ത് ചെയ്യും, മണിക്കൂറിൽ തന്നിട്ട് വേഗത മണിക്കൂറിൽ തന്നിട്ട് സെക്കൻഡിക്കോ മീറ്ററിക്കോ ഒക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. എന്നാലും കേട്ടിട്ട് എന്ത് ചെയ്യാറില്ല, മാത്സ് അത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാക്കാറില്ല. PSCക്കൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ വില്ലിങ് ആണ്, കാരണം അത് പഠിച്ചു കഴിഞ്ഞതാണ് ഓൾറെഡി. നോക്കിക്കോളൂ. അടുത്ത ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് കടക്കാം. ആർക്കെങ്കിലും ആൻസർ ആരെങ്കിലും എന്ത് ചെയ്യാം, ആദ്യം കമന്റ് ചെയ്യാം. ആരുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി? ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി. ഒന്ന് രണ്ടാളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡി അഥവാ ശ്രീനിവാസ രാമാനുജനാണ് എന്ത് കറക്റ്റ് ആൻസർ. പലപ്പോഴും നമ്മൾ DLED BEd ഒക്കെ പഠിച്ച സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, പുസ്തകത്തിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. രാമാനുജന്റെ പുസ്തകങ്ങളാണ് എന്ത്, ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി. അതുപോലെ പല പുസ്തകങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ DLED BEd ഒക്കെ പുസ്തകത്തിൽ പരാമർശിച്ച പല പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. നമുക്ക് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തതൊക്കെ എന്താണ്, ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞരാണ് അല്ലെ? ഭാസ്കരാചാര്യ ഉണ്ട്, ബ്രഹ്മഗുപ്ത ഉണ്ട്, കാപ്രേക്കർ ഉണ്ട്, രാമാനുജൻ ഉണ്ട്. ഇനി ഇവരുടെ ചെറിയൊരു പ്രത്യേകത എന്ത് ചെയ്യാ, ഒന്ന് പറയാ. ഭാസ്കരാചാര്യയുടെ ഒരു പുസ്തകം ഉണ്ട്, ആർക്കെങ്കിലും അറിയോ? ചിലപ്പോൾ ചോദിക്കുന്ന ഒരു പുസ്തകമാണ് ഭാസ്കരാചാര്യയുടെ പുസ്തകം. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ. അത് ചിലപ്പോൾ ചോദിക്കാറുള്ളതാണ്, കുറച്ച് ഫേമസ് ആണ്, കേട്ടതാണ്. ലീലാവതി ഉണ്ട്. വേറൊരു പുസ്തകം കൂടി ഉണ്ട് മാത്സുമായി ബന്ധപ്പെട്ട, ജോമെട്രിയുമായി ബന്ധപ്പെട്ട വേറൊരു പുസ്തകങ്ങളുണ്ട്. ലീലാവതി മാത്സുമായി ബന്ധപ്പെട്ടതാണ്, ലീലാവതി ചോദിക്കാറുണ്ട്. വെരി ഗുഡ്, ലീലാവതി ഉണ്ട്. പിന്നെ ഒരു പുസ്തകം കൂടി ഉണ്ട്.
ബീജഗണിതം ഉണ്ട് തോന്നുന്നു. ഞാന് വേറൊരു ക്വസ്റ്റ്യനിൽ കണ്ട ഒരു പുസ്തകം കൂടി ഉണ്ട്, ഞാൻ പറയാം. സിദ്ധാന്ത ശിരോമണി, സിദ്ധാന്ത ശിരോമണി, ഇത് ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ എവിടെ ഒന്ന് കണ്ടതാണ്. ഇത് ചോദിക്കാറുണ്ട്, ലീലാവതി ചോദിക്കാറുണ്ട്. ഇനി ബ്രഹ്മഗുപ്തയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൂജ്യം കണ്ടെത്തി എന്ന് പറയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് എന്ത്? ബ്രഹ്മഗുപ്തൻ. പിന്നെ കാപ്രേക്കറുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചോദിക്കാറില്ല, ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. പിന്നെ കാപ്രേക്കർ കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യാ, ഭാസ്കരാചാര്യനും ബ്രഹ്മഗുപ്തനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ രാമാനുജൻ, ശ്രീനിവാസ രാമാനുജന്റെ പുസ്തകം നമ്മൾ പറഞ്ഞു, ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി. അതുപോലെ രാമാനുജൻ നമ്പർ ഏതാണ്, അത് ചോദിക്കാറുള്ളതാണ്. രാമാനുജൻ നമ്പർ ഒന്ന് കമന്റ് ചെയ്യോ? ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഒന്ന് ക്ലാസ്സിൽ ഇനി പറയേണ്ട ആവശ്യമുണ്ടാവും, കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ക്ലാസ്സിൽ, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്ന ഒന്നാണ്. അതാ ആൻസർ വന്നു, 1729 ആണ് എന്ത്? രാമാനുജൻ നമ്പർ. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പെഡഗോജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കേട്ടറ്റിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഒരു പട്ടിക കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. മീന് കാണാന്, ആവറേജ് കാണാന്, മാധ്യം ഒക്കെ കാണാൻ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഇവിടെ മാധ്യമം ചോദിച്ചിട്ടില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോ പലപ്പോഴും ചിലരെന്ത് ചെയ്യും? തെറ്റിക്കും. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ആണെന്ന് വായിക്കാം. 50 കുട്ടികൾക്ക് ഒരു ഗണിത പരീക്ഷയിൽ കിട്ടിയ സ്കോർ സംബന്ധിച്ച വിവരങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. 50 കുട്ടികളാണ് ടോട്ടൽ ഉള്ളത്. അവരുടെ സ്കോർ ആണ് കൊടുത്തിട്ടുള്ളത്. സ്കോർ എന്താണ്? 90-ൽ കൂടുതലുള്ള കിട്ടിയ ഒരു കുട്ടിയുണ്ട്, 80-ൽ കൂടുതൽ കിട്ടിയ 3 കുട്ടികളുണ്ട്, 70-ൽ കൂടുതൽ കിട്ടിയ 6 കുട്ടികളുണ്ട്, 60-ൽ കൂടുതൽ 13 കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്, 50-ൽ കൂടുതൽ 25 കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്, 40-ൽ കൂടുതൽ 35 കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്, 30-ൽ കൂടുതൽ 43 കുട്ടികൾക്ക്, 20-ൽ കൂടുതൽ 48 കുട്ടികൾക്ക്, 10-ൽ കൂടുതൽ 50 കുട്ടികൾക്ക്. 40-ൽ കുറവ് സ്കോർ ലഭിച്ച എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദ്യം. 40-ൽ കുറവ് സ്കോർ ലഭിച്ച എത്ര കുട്ടികളുണ്ട്? വളരെ സിമ്പിൾ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല്, 90-ന് മുകളിൽ ഒരു കുട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ 80-ന്റെ മുകളിൽ എത്ര കുട്ടികളുണ്ട് ചോദിച്ചാൽ എന്ത് ചെയ്യും? 80-ന് മുകളിൽ നമുക്കറിയാം 3 കുട്ടികളുണ്ട്. ഇനി 80-നും 90-നും ഇടയിൽ എത്ര കുട്ടികളുള്ളത്? 2ആണ്. കാരണം 80-ന്റെ മുകളിൽ എന്ന് പറയുമ്പോൾ 90-ന് മുകളിലുള്ള ആൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാഭാവികമായിട്ട് അതിൽ വരുന്നുണ്ട്. 70-ന് മുകളിലുള്ള ആൾ ചോദിക്കുമ്പോൾ വെറും 70-ന്റെ 80-ന്റെ ഇടയിലുള്ള ആൾക്കാരല്ല, 70 മുതൽ 90 മൊത്തം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? 70-ന് മേലുള്ള എല്ലാ ആളുകളും വരുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഉത്തരം അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക. സിമ്പിൾ ആണ്. ഓപ്ഷൻ നോക്കൂ. A 10 ആണ്, B 15 ആണ്, C 25 ആണ്, D 35 ആണ്. എങ്ങനെ ചെയ്യാം? ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്താൽ എന്ത് ചെയ്യാം? നമുക്ക് സോൾവ് ചെയ്യാം. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. നമുക്ക് ആകെ ഉള്ളത് 50 കുട്ടികളാണ് അല്ലെ? ആകെ ഉള്ളത് 50 കുട്ടികളാണ് അല്ലെ? നമ്മോട് ചോദിച്ചത് 40-ൽ കുറവ് മാർക്ക് എത്ര കുട്ടിയെ കിട്ടിയിട്ടുണ്ട്? 45-ൽ കൂടുതൽ എത്ര കുട്ടിയെ കിട്ടിയിട്ടുണ്ട്? 35. 40-ൽ കൂടുതൽ 35 കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. 40-ൽ കൂടുതൽ പറയുമ്പോൾ അത് 50-ന് മേലുള്ള ആളും, 60-ന് മേലുള്ള ആളും, 70-ന് മേലുള്ള ആളും, 80-ന് മേലുള്ള ആളും, 90 അഥവാ 40-ന് മേലുള്ള എല്ലാവരും പോയി. വളരെ സിമ്പിൾ ആണ്, തെറ്റിക്കരുത്. 25 അല്ല കറക്റ്റ് ആൻസർ. 115 ഞാൻ വിചാരിക്കുന്നു 15ആണ് ടീച്ചർ കമന്റ് ചെയ്തതെന്നാണ്. 15ആണ് കറക്റ്റ് ആൻസർ. എങ്ങനെ കിട്ടി? 40-ന് മുകളിൽ എത്ര ആളുണ്ടടാ? 40-ന് മുകളിൽ സ്വാഭാവികമായിട്ട് 35 ആളുണ്ട്. ആകെ 50 കുട്ടികളെ ഉള്ളൂ ക്ലാസ്സിലെ. 35 കുട്ടികൾ 40-ന് മുകളിൽ ഓൾറെഡി സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി എത്ര ആളാന്ന് ചോദിച്ചത്? ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ ചെറിയ എൽ പി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 50 കുട്ടികളുണ്ട് ക്ലാസ്സിൽ. 35 കുട്ടികൾക്ക് എന്ത് ചെയ്തു? 40 മാർക്കിന്റെ കൂടുതൽ കിട്ടി. ബാക്കി 40-ൽ കുറവ് എത്ര ആൾക്ക് കിട്ടിയെന്ന് ചോദിച്ചത്. ഓക്കെ അല്ലേ? 50 35 കുറച്ചാല് 15. ഓപ്ഷൻ ബി ആണ് എന്ത്? കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കിക്കോളൂ. ഒരു സംഖ്യയുടെ പകുതിയുടെ 1/4 ഭാഗം 30 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ പകുതിയുടെ 1/4 ഭാഗം 30 ആയാൽ സംഖ്യ ഏത്? ഓപ്ഷൻ എ 80, ബി 60, സി 40, ഡി 24. ചോദ്യം വായിക്കുമ്പോൾ തന്നെ ചിലപ്പോ ചിലർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ചോദ്യവും ഓപ്ഷനും ഒരുമിച്ച് കണ്ട പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ്. ആർക്കും ഒന്ന് കമന്റ് ചെയ്യാം. എന്ത് ചെയ്യാം? അങ്ങനത്തെ ചോദ്യം വന്ന 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? ഓക്കെ, 80 കറക്റ്റ് ആൻസർ ആണ്. എങ്ങനെ ചെയ്യാം? ഒന്നെങ്കിൽ ഓപ്ഷൻ നമുക്ക് തിരിച്ച് എന്ത് ചെയ്യാം? ചോദ്യത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ എക്സ് എടുത്തിട്ട് ചെയ്യാം. എക്സ് എടുത്ത് ചെയ്യൽ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. നമ്മൾ പഠിച്ചതാണ് മാത്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ.
എങ്ങനെ ചെയ്യണം നോക്കിക്കോളൂ. ഏതോ ഒരു സംഖ്യ നമുക്ക് എക്സ് ആക്കിയിട്ട് എടുക്കുന്നു. ഓക്കെ അല്ലേ? അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താ? ഭിന്നസംഖ്യ നമ്മൾ എഴുതുകയാണെങ്കിൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ പകുതി എന്ന് പറയുമ്പോൾ 1/2 ആണ്. ഇനി അതിന്റെ മുക്കാല് 1/2, അത് പകുതി എടുത്തിട്ട് അതിന്റെ മുക്കാൽ എടുക്കുക. അഥവാ 3/4. മുക്കാൽ എന്ന് പറഞ്ഞാൽ അറിയാലോ 3/4 ആണ്. പകുതി എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇനി കാല് എന്ന് പറഞ്ഞാൽ എത്രയാ? 1/4 ആണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുള്ളതാണ്. എന്ത് ചെയ്താൽ മതി? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 30 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണെന്ന് കണ്ടെത്തിയാൽ മതി. ഓക്കെ, ഒന്നുകൂടെ പറയോ ചോദിക്കുന്നുണ്ട്. നമുക്കൊന്ത് ചെയ്യാം? ഒന്നുകൂടെ പറയാം. ഒരു സംഖ്യയുടെ പകുതിയുടെ നോക്കിക്കോളൂ. ഒരു സംഖ്യ, ഏതോ ഒരു സംഖ്യ, അതിന്റെ പകുതി അതെന്ത് ചെയ്യണം? അതിന്റെ പകുതി കാണണം. പിന്നെന്ത് ചെയ്യണം? അതിന്റെ മുക്കാൽ ഭാഗം കാണണം. അതെന്താണ്? 30 ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു സംഖ്യ നമ്മൾ എക്സ് ആക്കിയിട്ട് എടുത്തു. എക്സോ ഏതെങ്കിലും എയോ ബിയോ എന്തായാലും എടുത്തു. ഒരു വേരിയബിൾ ആയിട്ട് എന്ത് ചെയ്തു? എടുത്തു. വിചാരിച്ചോളൂ, എക്സ് ആക്കിയിട്ട് നമ്മൾ എടുത്തു. എന്നിട്ട് ആ സംഖ്യയുടെ പകുതി എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ 50ന്റെ പകുതി 25 നമുക്കറിയാലോ. അതെങ്ങനെ കിട്ടി? 50നെ ഹാഫ് കൊണ്ട് അല്ലെങ്കിൽ 1/2 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എക്സിന് എന്ത് ചെയ്യാണ്? 1/2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്തു? പകുതി കിട്ടി. ഇപ്പൊ എന്ത് ചെയ്തു? ഇവിടെ എത്തിയപ്പോ എന്ത് ചെയ്തു? പകുതി കിട്ടി. അതല്ലെങ്കിൽ 1/2 എത്തിയപ്പോ നമുക്ക് പകുതി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ പകുതി കിട്ടിയതിന്റെ മുക്കാൽ ഭാഗം കാണണം. ആ മുക്കാൽ ഭാഗമാണ് എന്ത്? 30. ഓക്കെ അല്ലേ? ഒരു സംഖ്യയുടെ പകുതി എടുത്തിട്ട് അതിന്റെ മുക്കാൽ ഭാഗം കണ്ടോ? അതാണ് എന്ത്? 30. അപ്പൊ നമ്മൾ എന്ത് ചെയ്തി? മാത്തമെറ്റിക്കൽ എന്ത് ചെയ്തി? എക്സ് എഴുതി. അതിന്റെ പകുതി കാണാൻ അറിയുമ്പോൾ 1/2 കാണാം. പിന്നെ അതിന്റെ മുക്കാൽ കാണാം. ഇതിന്റെ മുക്കാലാണ് കാണുന്നത്. എക്സ് ഇൻറ്റു 1/2 മുക്കാലാണ് കാണുന്നത്. അതിന്റെ മുക്കാൽ കാണുന്ന പറയുമ്പോൾ ഇൻറ്റു 3/4 എഴുതി. ഓക്കെ അല്ലേ? ഇനി ഞാൻ കാലിന്റെ ഒരു കാര്യം കൊണ്ടുവന്നത്, കാല് എന്ന് പറഞ്ഞാൽ 1/4 ആണ് സൂചിപ്പിച്ചതാണ്. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കണം എന്നില്ല. ചിലപ്പോൾ കാല് ചോദിക്കാം, മുക്കാല് ചോദിക്കാം, അര ചോദിക്കാം. അത് മാത്തമെറ്റിക്കൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ വേറെ മെത്തേഡും കൂടി ഉണ്ട്. സിമ്പിൾ ആണ്. അത് ഞാൻ എന്ത് ചെയ്യാം? അതും കൂടെ പറയാം അത് കഴിഞ്ഞിട്ട്. ഓക്കെ അല്ലേ? നോക്കിക്കോളൂ. ഇനി നമ്മളെ ഈ ഭിന്നസംഖ്യ എന്ത് ചെയ്യാം? ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു ഭിന്നസംഖ്യ നമുക്കറിയാം ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ എക്സ് ഇൻറ്റു 1 ഇൻറ്റു 3 നമുക്കറിയാം 3 ആണ്. 2 ഇൻറ്റു 4 നമുക്കറിയാം എന്താണ്? 6 ആണ്. അല്ലെ? 1 ഇൻറ്റു 3 സോറി 2 ഇൻറ്റു 4 8. അതെ സോറി പെട്ടെന്ന് മാറിപ്പോയതാണ്. 2 ഇൻറ്റു 4 8 ആണ്. ഈസ് ഈക്വൽ ടു 30. ഇനി എന്ത് ചെയ്താൽ മതി? എക്സ് കാണാൻ നമ്മൾ എക്സിനെ ഒരു ഭാഗത്ത് നിർത്തുന്നു. ബാക്കിയുള്ള സംഖ്യ എന്ത് ചെയ്യുന്നു? അപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പം എക്സ് ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 8 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഇൻറ്റു 8 ആവും. അഥവാ 30 ഇൻറ്റു 8. 30 ഇൻറ്റു 8. നമ്മൾ പലപ്പോഴും പരീക്ഷകളിൽ കാണിക്കുന്ന ഒരു അബദ്ധമാണ് എന്ത്? ഈ 30 ഇൻറ്റു 8 എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങനത്തെ ചോദ്യമല്ല, ഏത് ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യരുത്? അവസാനം എന്ത് ചെയ്താൽ മതി? നമ്മൾ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്താൽ മതി. ഇനി ഒരു 3 കൂടി എന്ത് ചെയ്യാണ്ട് നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുണ്ട് അല്ലെ? ഒരു 3 കൂടി നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകണ്ടേ? അതും കൂടി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ആ ഘടക അല്ലെങ്കിൽ ക്രിയകൾ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ 3 കൂടെ കൊണ്ടുവന്നു. ഇവിടെ എക്സ് ഇൻറ്റു 3 ആണ്. അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ 3 ആവും. 30 ഇൻറ്റു 8 ബൈ ഓൾ ഡിവൈഡ് ബൈ 3. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചെയ്യാൻ സുഖമാണ്. ഈ 3നും 30നും നമുക്കാണ് ക്യാൻസൽ ആക്കാം. 3ല് 3 ഒരു തവണ, 30ല് 3 10 തവണ ഉണ്ട്. 10 ഇൻറ്റു 8 എന്ത് കിട്ടും? 80 എന്ത് ചെയ്യും? ആൻസർ കിട്ടും. 80 എന്ത് ചെയ്യും? ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഒന്നിച്ചു കൊണ്ടാവാ. ഞാൻ അങ്ങനെ ചെയ്താലും മതി. മതി. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മാത്സ് നല്ല ഹൈ ലെവലിലുള്ളവരുണ്ടാവും, ലോ ലെവലിലുള്ളവരുണ്ടാവും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ ഓരോന്നായിട്ട് പറയുന്നത്. ടീച്ചർ പറഞ്ഞ പോലെ അപ്പുറത്തേക്ക് ഒന്നിച്ച് കൊണ്ടുപോയിട്ട് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകാം. അങ്ങനെയൊക്കെ ചെയ്യാം. അത് ചെയ്ത് ശീലമുള്ളവർക്കാണ് എന്ത് ചെയ്യാം? പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എഴുതാൻ പറ്റും. ഞാൻ എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഓരോന്നായിട്ട് പറഞ്ഞത് അല്ലെ? ഇവിടെ ഒരു ഭിന്നസംഖ്യ 3/8 ഉണ്ടെങ്കിൽ അപ്പുറത്തേക്ക് 8/3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള അത്ര ആശയമുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ ഞാൻ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസ് പറഞ്ഞു. 30 ഇൻറ്റു 8 240 എഴുതരുത്. പിന്നെ 240/3 80 ആണെന്നൊക്കെ മാത്സ് നല്ല അറിയുന്നവർക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ടല്ല. പക്ഷെ ചില സാഹചര്യങ്ങൾ എന്ത് ചെയ്യും? ചില ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇങ്ങനെ ക്യാൻസൽ ആക്കി പോയാൽ എന്ത് ചെയ്യും? ഒന്നും കൂടി ഈസി ആയി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇതെന്നെ രണ്ടാമത്തെ രീതിയിൽ ഞാൻ പറയാൻ പോവാണ്. രണ്ടാമത്തെ രീതിയിൽ ഞാൻ പറയാം. നോക്കിക്കോളൂ. എന്ത് ചെയ്യാം? ആദ്യം തന്നെ ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷൻ എ 80 ഉണ്ട്, ബി 60 ഉണ്ട്, സി 40 ഉണ്ട്, ഡി 24 ഉണ്ട്. ഓക്കെ അല്ലേ?
നമ്മൾ ചോദിച്ച സംഗതി എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കി വെക്കുക. ഒരു സംഖ്യയുടെ പകുതിയുടെ മുക്കാൽ ഭാഗമാണ്. ഏതൊരു സംഖ്യയുടെ പകുതി എടുത്തിട്ട് അതിന്റെ മുക്കാൽ എടുത്തതാണ് 30. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുക. സ്വാഭാവികമായിട്ട് 30 അടിയിലുള്ള ഒരു സംഖ്യ ഒരിക്കലും ആ സംഖ്യ ആവില്ല. കാരണം ഏതൊരു വലിയ സംഖ്യന്റെ പകുതിയുടെ മുക്കാലാണ് 30. അപ്പൊ ഒരിക്കലും 30 അടിക്കുള്ളത് എന്ത് ചെയ്യില്ല, ആ ഒരു ഓപ്ഷനിൽ ഒരിക്കലും വരില്ല. അപ്പൊ 24 നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാം. ഇനി 40 എടുത്തു നോക്കാം. 40ന്റെ പകുതി ആദ്യം നമ്മൾ എടുത്തു, അപ്പൊ തന്നെ എന്തായി, 20 ഇനി അതിന്റെ മുക്കാൽ ഭാഗം വീണ്ടും എടുക്കണം. അപ്പൊ എന്താണ്, ഒരിക്കലും അതും പോസിബിൾ അല്ല. 40 എന്ത് ചെയ്യുന്നു, നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യാം, ഞാൻ അത് ഓപ്ഷൻ എ കറക്റ്റ് ആയതുകൊണ്ടാണ് റിവേഴ്സ് ഓർഡറിൽ വരുന്നത്, എല്ലാ ഓപ്ഷനും കിട്ടാനും വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ എ തന്നെ തുടങ്ങാം. ഓക്കെ അല്ലേ, എല്ലാ ഓപ്ഷനും പറയാനും വേണ്ടിയിട്ടാണ്. ഇനി ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബിന്റെ പകുതി എടുക്കുമ്പോൾ തന്നെ 30. ഇനി അതിന്റെ മുക്കാൽ എടുക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറുതായിരിക്കുമല്ലോ, 30 ചെറുതായിരിക്കും. അപ്പൊ എന്തല്ല, ഓപ്ഷൻ ബി അല്ല കറക്റ്റ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് കിട്ടി. നോക്കൂ, 80ന്റെ പകുതി എടുത്ത 40, 40ന്റെ മുക്കാല്, 3/4 എടുത്താല് 30 എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലായവർക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ x × 1/2 × 3/4. ഇതും വലിയ സമയം എടുക്കണമെന്നല്ല, നിങ്ങൾ ചെയ്ത് ശീലിച്ചാണെങ്കിൽ ടീച്ചർ പറഞ്ഞ പോലെ റെസിപ്രോക്കൽ ഒക്കെ എടുത്താൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, 10-15 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിൽ എത്താൻ പറ്റും. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാണ്. പെഡഗോജിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കിക്കോളൂ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗണിതത്തിലെ പ്രക്രിയ ശേഷി അല്ലാത്തത് ഏത്? ഗണിതത്തിലെ പ്രക്രിയ ശേഷികൾ നമ്മൾ പഠിച്ചതാണ്, അല്ലെങ്കിൽ DLEDന്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ക്ലാസ്സിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിചാരിക്കുന്നു. ചോദ്യം നോക്കാം. ഇനി ഒരിക്കലും പഠിക്കാത്ത ആളാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ഉത്തരം ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില ഓപ്ഷൻ വായിച്ചാൽ നിങ്ങൾക്ക് ഉത്തരത്തിൽ എത്താൻ പറ്റും. നോക്കിക്കോളൂ, ഓപ്ഷൻ എ ചോദ്യങ്ങൾ ചോദിക്കല് ഒരു പ്രക്രിയ ശേഷിയാണ്. കാരണം ചോദിച്ചിട്ടാണ് എന്ത് ചെയ്യാറ്, ഓരോ സ്റ്റെപ്പ് നമ്മൾ ക്ലാസ്സിൽ എടുക്കുക അല്ലെ. ക്ലാസ്സിൽ ഓരോ സ്റ്റെപ്പ്, ഇത് കഴിഞ്ഞിട്ട് എന്താ മക്കളെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെന്താ മക്കളെ, അങ്ങനെ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടികൾ നമ്മളോട് തിരിച്ചു ചോദിക്കും. ചോദ്യങ്ങൾ ചോദിക്കൽ മാത്സിൽ സ്വാഭാവികമാണ്. ഗണിതാശയങ്ങളുടെ വിനിമയം, ഗണിത ആശയങ്ങൾ പറഞ്ഞാൽ മാത്രമേ ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പ്രശ്നാപഗ്രഥനം അഥവാ പ്രോബ്ലം സോൾവിങ്, ഗൃഹപാഠം ചെയ്യല് അല്ലെങ്കിൽ മനഃപ്പാഠമാക്കല്, അത് മാത്സിന്റെ പ്രക്രിയ ശേഷിയിൽ പെടുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. എപ്പോഴും എന്ത് ചെയ്യണം, ഇവിടെ നോക്കണം, പ്രക്രിയാശേഷി അല്ലാത്തത്, പ്രക്രിയാശേഷി ആയത്, അതെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പെട്ടെന്ന് ചാടിക്കയറി എന്ത് ചെയ്യരുത്, ആൻസർ ചെയ്യരുത്. ചിലപ്പം പ്രക്രിയാശേഷി ആയത് ചോദ്യങ്ങൾ ചോദിക്കല്ലോ, ഓക്കെ ഓപ്ഷൻ എ കറക്റ്റ് ആണ് വിചാരിച്ചിട്ട് പോരും, അത് തെറ്റാവും. അപ്പൊ എന്ത് ചെയ്യണം, ടെയിൽ ഭാഗം എന്ത് ചെയ്യണം, എപ്പോഴും ശ്രദ്ധിക്കണം ചോദ്യത്തിന്റെ. പിന്നെ എന്ത് ചെയ്യുക, ഓപ്ഷനും എല്ലാം എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞു, ചിലതില് ഏറ്റവും ഉത്തമമായത് അല്ലെങ്കിൽ ഏറ്റവും ശരിയായതാണ് എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് എന്ത് ചെയ്യുന്നു, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. ജിയോമെട്രിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതുപോലെ ത്രികോണം നമ്മൾ ത്രികോണത്തിന് മാത്രം നമ്മൾ ക്ലാസ് എടുത്തതാണ്. കാരണം ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതിന്റെ പരപ്പളവും ചുറ്റളവും ഒക്കെ തന്നിട്ട് ഉത്തരം അറിയുന്നവരാണ് എന്ത് ചെയ്യുക, ചെയ്യാൻ പറ്റുന്ന 100% ഉറപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് പെട്ടെന്ന് ചെയ്യാം. എല്ലാത്തവർക്കായിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ എന്ത് ചെയ്യാ, സോൾവ് ചെയ്യണം. അപ്പൊ അതിന് ഉത്തരങ്ങൾ വന്ന് തുടങ്ങി. ഈ ഒരു ചോദ്യം ചെയ്യാൻ 2 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ആദ്യം എന്ത് ചെയ്യാം, ചോദ്യം വായിക്കാം. ഒരു ത്രികോണം തന്നിട്ടുണ്ട്, അതിന്റെ ഒരു കോൺ എന്താണ്, ഒരു ത്രികോണാകൃതിയിലാണ് ഒരു സ്ക്വയർ ആകൃതിയിലാണ് തന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതൊരു മട്ടത്രികോണാണെന്ന് പറയാം. ചിത്രത്തിൽ BC 5 സെന്റിമീറ്റർ, BC 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. AC അഥവാ മട്ടത്രികോണം ആയതുകൊണ്ട് അതിന്റെ കർണാണ്, കർണം 13 തന്നിട്ടുണ്ട്. അതുപോലെ കോൺ B 90 ആണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പരപ്പളവാണ് ചോദിച്ചത്. പരപ്പളവ് കാണാൻ ഇക്വേഷൻ നമുക്ക് അറിയാടാ. കുറെ ആളുകൾ ഉത്തരം കമന്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ട് തോന്നുന്നു. നോക്കാം, ഏതായാലും നോക്കാം. പരപ്പളവിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് ഇൻറ്റു BH ആണ് അല്ലെ, ഹാഫ് ഇൻറ്റു BH ആണ്. ഓക്കെ അല്ലെ? ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, വേറെ രീതി പഠിച്ചവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. പരപ്പളവ് ഹാഫ് ഇൻറ്റു BH ആണ്. B എന്ന് പറഞ്ഞാൽ പാദം, H എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. പാദം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ B നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ് 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി ഹൈറ്റ് എന്താണ്, പാദത്തിന് ലംബമായിട്ടുള്ള വര. നമുക്ക് എന്താ പറയാം, ഇത് മട്ടത്രികോണം ആയതുകൊണ്ട് ഹൈറ്റ് എന്താണ്, ഈ ലംബത്തിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹൈറ്റ് ആയിട്ട് എടുക്കാം. ഈ ലംബം എങ്ങനെ നമുക്ക് കാണാം, നമുക്കറിയാം കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു, പൈതഗോറസ് തിയറി ആണ്. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ലംബം സ്ക്വയർ എങ്ങനെ കാണാം, നോക്കിക്കോളൂ. ലംബം സ്ക്വയർ എന്ന് പറഞ്ഞാല് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ആണ്. ലംബത്തിന്റെ സ്ക്വയർ കാണാൻ കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ആണ്. ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതുള്ളൂ. എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്.
നമുക്കറിയാം കർണ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 13ന്റെ സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ അഥവാ 13ന്റെ സ്ക്വയർ എന്താ നമുക്കറിയാം 169 ആണ് മൈനസ് 25 5ന്റെ സ്ക്വയർ 25 ആണ് 169 25 എന്ത് കിട്ടും 144 എന്ന് കിട്ടും 144 സെന്റിമീറ്റർ എന്ന് കിട്ടും അഥവാ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്തു 144 എന്ന് കിട്ടി. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ ലംബം കാണാൻ പറ്റും. സോറി ഹൈറ്റ് 144 അല്ല ഇതിന് എന്ത് ചെയ്യണം ഇത് ലംബം സ്ക്വയർ ആണ് ഇതിന്റെ റൂട്ട് എടുക്കണം. റൂട്ട് നമുക്ക് എന്ത് കിട്ടും 12 എന്ന് കിട്ടും. സോറി ഹൈറ്റ് 12 ആണ് ലംബം സ്ക്വയർ ആണ് 144. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരപ്പളവ് കാണാൻ പറ്റും. എന്താണ് ഹാഫ് ഇൻറ്റു ബി എത്രയാണ് 5 ആണ് തന്നിട്ടുണ്ട്. ഹൈറ്റ് 12 ആണ് തന്നിട്ടുണ്ട്. 12 2 കൊണ്ട് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം. എന്ത് കിട്ടും 6 കിട്ടും. 6 ഇൻറ്റു 5 30 എന്ത് ചെയ്യും ആൻസർ കിട്ടും. കുറെ ആളുകൾ 60 കമന്റ് ചെയ്തിരുന്നു. എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പെട്ടെന്ന് തെറ്റിയതാണെന്ന് വിചാരിക്കുന്നു. 30 ആണ് എന്ത് കറക്റ്റ് ആൻസർ അഥവാ ഓപ്ഷൻ ബി ആണ് എന്ത് കറക്റ്റ് ആൻസർ. ഹാഫ് ഇൻറ്റു ബി എച്ച് എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. പിന്നെ ഈ പൈതഗോറസ് സിദ്ധാന്തം എന്ത് ചെയ്യണം കറക്റ്റ് മൈൻഡിലുണ്ടെങ്കിൽ തെറ്റിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആൻസറിൽ എത്താം. ഇതൊന്നും എന്ത് ചെയ്യരുത് ഒരിക്കലും തെറ്റിക്കരുത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. മട്ടത്രികോണം സമപാർശ്വ ത്രികോണം സമഭുജ ത്രികോണം അതിന്റെ പ്രത്യേകത പരപ്പളവ് ചുറ്റളവ് ഒക്കെ എന്താണ് നമ്മൾ പഠിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്ത് ഉറപ്പായിട്ട് എന്തുണ്ടാവും ഉറപ്പായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ അല്ലേ? നോക്കിക്കോളൂ ഈ ജോലിയും സമയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. അതിൽ നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു 5 6 ടൈപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സമയവും അതുപോലെ തന്നെ ജോലിക്കാരൊക്കെ തന്നിട്ട് കുറെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ടൈപ്പ് എന്താണ് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇത് ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. എന്താ ചോദ്യം 10 ആളുകൾ 18 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാകുന്നതിന് എത്ര ആളുകൾ വേണം? 10 ആളുകളുള്ളത്. നോക്കൂ 10 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് 18 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ അതേ ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ എത്ര ആളുകൾ കൂടുതൽ വേണം? എത്ര ആളുകൾ വേണം എന്നല്ല ചോദിച്ചത്, എത്ര ആളുകൾ കൂടുതൽ വേണം. ശ്രദ്ധിക്കണം, എത്ര ആളുകൾ കൂടുതൽ വേണം. ഇതിലൊരു ട്രാപ്പ് ഉണ്ട്. അത് ഓപ്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട് 2 ആൻസറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും എന്ത് ചെയ്യും ചാടി കയറിട്ട് നമ്മള് ആൻസർ കറപ്പിക്കും തെറ്റും. നോക്കിക്കോളൂ ഇത് ചെയ്യാൻ സിമ്പിൾ ആണ്. എങ്ങനെ ചെയ്യാം? വർക്ക് 1 ഇൻറ്റു ഡേ 1 ഈസ് ഈക്വൽ ടു വർക്ക് 2 ഇൻറ്റു ഡേ 2. നമ്മൾ ക്ലാസ് പറഞ്ഞതാ. ഫസ്റ്റ് ടൈപ്പാന്ന് തോന്നുന്നു എനിക്ക്. ഏറ്റവും ബേസിക് ടൈപ്പാണ് വർക്ക് 1 അല്ലെ. വർക്ക് 1 പറഞ്ഞാല് എത്ര ആളുകളുണ്ട്, എത്ര വർക്കേഴ്സ് ഉണ്ട്. W1 നമുക്കറിയാം എന്താണ് ആദ്യം 10 ആളുകളുള്ളത്. ദിവസം നമുക്കറിയാം 18 ആണ് ദിവസം. രണ്ടാമത്തെ എത്ര ജോലിക്കാരുണ്ടെന്ന് എന്ത് ചെയ്യില്ല നമുക്ക് അറിയൂല. ദിവസം നമുക്കറിയാം എത്രയാണ് 10 ദിവസം കൊണ്ട് ആ പണി തീരണം. അതിന് എത്ര ആളുകൾ വേണമെന്നാണ് ചോദിച്ചത് അല്ലെ. 18 ദിവസം കൊണ്ട് തീരേണ്ട പണി 10 ദിവസം കൊണ്ട് തീരാൻ എത്ര ആളുകൾ വേണം? എങ്ങനെ ചെയ്യാം? നേരെ മൾട്ടിപ്ലൈ ചെയ്യാം. 10 ഇൻറ്റു 18 ഈസ് ഈക്വൽ ടു W2 നമുക്ക് അറിയില്ല, അതേപോലെ എഴുതാം ഇൻറ്റു D2 എന്ന് പറഞ്ഞാല് ദിവസം 10. സോറി ഓക്കെ ഒന്നും കൂടി എഴുതുന്നു. WD1 ഈസ് ഈക്വൽ ടു W2 D2 അഥവാ 10 ഇൻറ്റു 18 ഈസ് ഈക്വൽ ടു W2 ഇൻറ്റു 10. W2 കാണാൻ അതിനെ മാത്രം അവിടെ നിർത്തുന്നു. 10 ഇൻറ്റു 18/10 ചെയ്യേണ്ട, ലാസ്റ്റ് ചെയ്താൽ മതി. 10ഉം 10ഉം ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? 18 ആളുകൾ വേണം. ഓപ്ഷൻ ഡി 18 ആളുകൾ എന്ന് എഴുതിയാൽ ഉത്തരം തെറ്റി. കറക്റ്റ് ആണ്, 18 ആളുകളാണ് നമുക്ക് വേണ്ടത്. പക്ഷെ എന്താണ് ചോദ്യം? 10 ആളുകൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പണി എടുക്കുന്നുണ്ട്. ഇനി എത്ര ആളുകൾ കൂടുതൽ വേണം? എത്ര ആളുകൾ കൂടുതൽ വേണം? കൂടുതൽ വേണ്ടത് 8 ആളുകളാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനത്തെ ഇതെന്താണ് വളരെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ഇട്ടപ്പം തന്നെ ആരോ 18 കമന്റ് ചെയ്തു. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും കാരണം വളരെ ഈസി മൾട്ടിപ്ലിക്കേഷൻ ആണ്. പക്ഷെ 18 എന്താണ് തെറ്റ് ആൻസർ ആണ്. ഇതല്ല കറക്റ്റ് ആൻസർ. 18 എന്ത് ചെയ്യണം? 10ന് കുറക്കണം. കാരണം 10 ആൾക്കാർ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് 8 ആളുകളാണ് കൂടുതൽ വേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യാം? നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ബോർഡ് മാസുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ബോർഡ് മാസമായിട്ട് ബന്ധമുണ്ട്. നോക്കിക്കോളൂ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓക്കെ പ്രശ്നമില്ല ടീച്ചർ, പ്രശ്നമില്ല. അതെന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമുക്ക് പറ്റുന്നതാണ്, പരീക്ഷകളിൽ സ്ഥിരമായിട്ട് പറ്റുന്നതാണ്.
എനിക്ക് പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ കൂടുതൽ പരീക്ഷകൾ എഴുതുമ്പോൾ പിന്നെ അങ്ങനെ ശ്രദ്ധിക്കാനുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് അറിയുന്ന കാര്യമാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യും. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. താഴെ കൊടുത്തിട്ടുള്ളതിൽ എ മൈനസ് ബി പ്ലസ് സി അതിന് തുല്യമായത് ഏതാണ് ചോദിച്ചത്. എങ്ങനെ ചെയ്യാം, ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്തു നോക്കാം. എ പ്ലസ് ബി മൈനസ് സി, ഇവിടെ പ്ലസ് ആണ് പുറത്തുള്ളത്, അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, പ്ലസിനെ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എ പ്ലസ് പ്ലസ് ബി, അല്ലെങ്കിൽ ഇവിടെ പ്ലസ് ബി ആണുള്ളത്, ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്ലസ് ആണെന്നാണ് അർത്ഥം. അപ്പൊ ഈ പ്ലസിനെ നമ്മൾ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതേപോലെ കിട്ടും ബി മൈനസ് സി. ഇതല്ല ഓപ്ഷൻ നമ്മുടെ ചോദ്യത്തിൽ ഉള്ളത്. ഇനി ഓപ്ഷൻ ബി നോക്കാം. ഇവിടെ എന്താണ്, ഒരു മൈനസ് ഉണ്ട്. ആ മൈനസിന് എന്ത് ചെയ്യണം, എ മൈനസ് ബി ഇൻറ്റു മൈനസ് സി ആണ്. ആ മൈനസിന് എന്ത് ചെയ്യണം, നമുക്ക് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ മൈനസിനെ ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇതിന്റെ അർത്ഥം. അല്ലെങ്കിൽ മൈനസ് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് ഇതിന്റെ എന്ത് ബേസിക്. അപ്പൊ എന്ത് കിട്ടും, നമുക്ക് എന്ത് കിട്ടും, മൈനസ് എ പ്ലസ് ബി മൈനസ് സി എന്ന് കിട്ടും. ഇതുമല്ല എന്തുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനി ഓപ്ഷൻ സി നോക്കാം. ഈ മൈനസിന് എ മൈനസ് ബി മൈനസ് സി എന്നുള്ള ഈ മൈനസിന് എന്ത് ചെയ്യണം, ഉള്ളിലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എ മൈനസ് ബി എന്ന് കിട്ടും. പിന്നെ ഓൾറെഡി മൈനസ് സി ഉണ്ട്, അതുകൊണ്ട് മൈനസ് ഇൻറ്റു മൈനസ് സി പ്ലസ് സി എന്ന് കിട്ടും. അഥവാ എ മൈനസ് ബി പ്ലസ് സി. അതാണ് എന്ത് നമ്മുടെ ചോദ്യത്തിലുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ സാധാ പ്രോബ്ലം ചെയ്യുമ്പോൾ മൈനസിന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു കേസ് ഉണ്ട് അല്ലെ, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്ന ഒരു കേസ് ഉണ്ട്. ആ ഒരു കേസാണ് എന്ത് ചെയ്തത് ഇവിടെ ചോദിച്ചത്. ഓക്കെ അല്ലേ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം, കിടക്കാം. ഈ ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ചെയ്തു നോക്കിയപ്പോ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഒരു പക്ഷേ കാറ്ററിന്റെ പ്രീവിയസ് ഇയർ ആണ്, ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എക്സിന്റെ വാല്യൂ -2 ആണ് കേട്ടോ. നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നത് കാണിച്ചു തരാനായിട്ടാണ് ആദ്യം ഇട്ടത്. ഇവിടെ y തന്നിട്ടുണ്ട്. y ഈസ് ഈക്വൽ ടു 2x പ്ലസ് 12/4 പ്ലസ് 2x പ്ലസ് 1/3. ഇത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് ശേഷം എക്സിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു -2 ആയാൽ വൈയുടെ വാല്യൂ എന്താണ്, അഥവാ ആ എക്സിന് എന്ത് ചെയ്യുക, ആ വിലയ്ക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ആദ്യം ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ സാധാ പോലെ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ അല്ലേ. എങ്ങനെ ചെറുതാക്കി ചെയ്യാന്ന് വെച്ചാൽ കോമൺ ആയിട്ട് ഇപ്പൊ 2x പ്ലസ് 12 ആണെങ്കിൽ അതിന് രണ്ടിനെ കോമൺ ആയി പുറത്തെടുത്ത് പിന്നെ അതേപോലെ തന്നെ LCM ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ലാസ്റ്റ് രണ്ടിന് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. അല്ലെങ്കിൽ രണ്ടിന് എന്ത് ചെയ്യാം, നേരെ ഇട്ട് കൊടുക്കാം. ഉത്തരം പലരും കമന്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഇതിനെ ചെറുതാക്കി നോക്കാം. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 2x പ്ലസ് 12/4 കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ ടൈമാണ്, അതുകൊണ്ട് 2ന് എന്ത് ചെയ്തു, അംശത്തിന് പുറത്തെടുത്തു. ബാക്കി എക്സ് ഉണ്ടാവും. പിന്നെ പ്ലസ് 12ന് പകരം +6 ഉണ്ടാവുള്ളൂ, രണ്ടിനെ പുറത്തെടുത്താല്. അടിയിൽ എന്തുണ്ട്, 4 ഉണ്ട്. ഇനി അതിലെന്ത് ചെയ്യാം, ഒന്നും കൂടി ചെറുതാക്കാം. 2നെയും 4നെയും കോമൺ ആക്കിയിട്ട് വെട്ടാം. x പ്ലസ് 6/2 എന്ത് ചെയ്യും, ഫസ്റ്റ് ടൈം x പ്ലസ് 6/2 എന്നായിട്ട് മാറും. ഇനി എന്ത് ചെയ്യാം, മൊത്തമായിട്ട് എഴുതി നോക്കാം. y ഈസ് ഈക്വൽ ടു x പ്ലസ് 6/2. ഭിന്നസംഖ്യയാണ്, ചെറുതാക്കുന്ന ഒരു പ്രശ്നമില്ല, നമ്മൾ പഠിച്ചതാണ്. 2x പ്ലസ് 1/3 എന്ന് കിട്ടും. ഇനി എന്താണ്, ഇനി ഇതിന്റെ LCM എടുത്തിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സാധാ ചെയ്യണ പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യാം, ഒരുപാട് കൺഫ്യൂഷനും തെറ്റാനുള്ള സാധ്യത ഒക്കെ കുറവാണ് അല്ലെ. അല്ലെങ്കിൽ നേരെ ചെയ്താലും എന്ത് ചെയ്യും, ഉത്തരം കിട്ടും. ഞാൻ ഇത് പറയുന്നത് എന്താ വെച്ചാല്, ചിലപ്പോ ഇങ്ങനെ ഈസി ആയിട്ട് ചോദിക്കൂല. പലരും വിചാരിക്കണോ ഇങ്ങനെയൊക്കെ ചെയ്യണം മാഷ്, നേരെ ചെയ്താലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ചോദ്യമാണ്, ആൻസർ എത്താൻ പറ്റുന്നതാണ്. പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യും, ചിലപ്പോ എക്സിന്റെ വാല്യൂ, ഇത് എനിക്ക് തോന്നുന്ന ഒരു മിസ്റ്റേക്കിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സിന്റെ വാല്യൂ ചിലപ്പോൾ കുറച്ചും കൂടി ടഫ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് ബുദ്ധിമുട്ടാവും, സമയവും പോകും. അതിനാണ് എന്ത് ചെയ്തത്, ഫസ്റ്റിനെ ചെറുതാക്കിയത്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ LCM എടുത്തിട്ട് ചെയ്യാം. ഇവിടെ LCM 6 ആണ് വരിക, 2ന്റെയും 3ന്റെയും LCM 6 ആണ് വരിക. LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ടും ഒരേപോലെ തന്നെ വരിക. 3 ഇൻറ്റു x പ്ലസ് 6/2 എന്ന് വരും. സോറി, 2 വരില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതാം. ഇതെല്ലാവർക്കും അറിയുന്നതാവും. അതുപോലെ തന്നെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു പ്ലസ് 2 ഇൻറ്റു 2x പ്ലസ് 1 വരും. അടിയിൽ 2 ഇൻറ്റു 3 6 വരും. ഓക്കെ അല്ലേ, ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം. അപ്പൊ നമുക്ക് 3x പ്ലസ് എന്ത് കിട്ടും, 3 ഇൻറ്റു 6 എന്ത് വരും, 18 വരും. പ്ലസ് 4x പ്ലസ് 4 വരും. 4x പ്ലസ് 4 ബൈ എന്ത് വരും, ഡിവൈഡഡ് ബൈ 6 വരും. ഓക്കെ അല്ലേ.
അപ്പൊ എന്ത് ചെയ്യും? ടോട്ടല് 7x പ്ലസ് 22/6 എന്ന് വരും. ഇനി എന്ത് ചെയ്യാ? എക്സിന്റെ വാല്യൂ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 7 ഇൻറ്റു എക്സ് 7 ഇൻറ്റു -2 7 ഇൻറ്റു -2 എന്ന് എന്ത് ചെയ്യും? വരും പ്ലസ് 22/6 എന്ന് വരും. എന്ത് വരും? എനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -14 പ്ലസ് 22/6 എന്ന് വരും. -14 പ്ലസ് 22 എന്ത് ചെയ്യാ? വലുതിന്ന് ചെറുതിന് എന്ത് ചെയ്യാ? മൈനസ് ചെയ്യാ. അപ്പൊ എന്ത് വരും? 6 2 8 വരും അല്ലെ? 6 2 8 വരും. അപ്പം -8 സോറി മൈനസ് ഉണ്ടാവില്ല, വലുതിന് ചിഹ്നമായിട്ട് കൊടുക്കേണ്ടത് 8/6 ആണ് എന്ത് ചെയ്യാ? ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. എല്ലാവരും ചെയ്ത് നോക്കിയല്ലേ? ഇതിൽ ഓപ്ഷൻ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഓപ്ഷനിൽ എന്തോ നമ്മൾ ചെയ്തതെന്തോ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. മൈക്ക് ഓൺ ആക്കിയിട്ട്. കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഡയറക്റ്റ് വാല്യൂ ഇട്ട് കൊടുത്താല് ഇതില് ഡയറക്റ്റ് വാല്യൂ ഇട്ട് കൊടുക്കുന്നല്ലേ ഇതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്? ആണ്. പക്ഷെ ഞാൻ ടീച്ചറെ എന്താ വെച്ചാല് ചിലപ്പോ എന്ത് ചെയ്യില്ല, ഇങ്ങനെ നമുക്ക് ഈസി വാല്യൂ തരില്ല. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഈസി അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കുറെ ബുദ്ധിമുട്ടും. കാരണം വലിയ സംഖ്യ വെച്ചിട്ട് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അത് ചെറുതാക്കിയത്. ഇത് നമുക്കറിയാം ഇവിടെ 1 - 2 ആയിരുന്നു ഓപ്ഷന്. അങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടൂല, പോയിന്റ് വാല്യൂ കിട്ടുക. അപ്പൊ ഇത് മിസ്റ്റേക്കുകളിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നിങ്ങൾക്ക് ഈസി ആണ് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും നമുക്ക് ആൻസർ എത്താൻ പറ്റും. രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ ചിലപ്പം മൾട്ടിപ്ലിക്കേഷൻ ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇവിടെ -2 -4 ഒക്കെ വലിയ സംഖ്യ ആവുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? രണ്ട് സ്ഥലത്ത് ആ സംഖ്യ വരും. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ LCM ഒക്കെ കാണാൻ ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇതും കൂടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ അല്ലേ? ഈ ചോദ്യത്തിന് ഡയറക്റ്റ് സിമ്പിൾ ആണ്. കാരണം എന്താണ്? ഇവിടെ 4 കൊണ്ട് 3 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ നോക്കിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞ കാരണം ഈ ഒരു സാഹചര്യം കൂടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇതിൽ കട്ട് ചെയ്യാൻ പറ്റും. ടീച്ചർ പറഞ്ഞ കറക്റ്റാണ്. ഇതിൽ കട്ട് ചെയ്യാൻ പറ്റും. ഞാൻ നോക്കിയതാണ്. ഇവിടുത്തെ -3 അവിടെ 8 വരും. പ്രശ്നമില്ല. ചിലതിൽ കട്ട് ചെയ്യാൻ പറ്റൂലെങ്കിലാണ് ഞാൻ ഇത് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ട്. ചിലപ്പോൾ ഈ ഒരു രീതി എന്തെയില്ല, ഓടൂല. ഡയറക്റ്റ് ചെയ്യുമ്പോൾ എക്സിന് -2 ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? അവിടെ 8/4 വരും. ഇപ്പുറത്ത് -3/3 എന്ന് വരും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത നോക്കൂ, പെഡഗോജിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ടേം എൻഡ് വിലയിരുത്തൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനം ക്ലാസ് റൂം വിലയിരുത്തലാണ്? ഞാൻ പറയട്ടെ, വിലയിരുത്തൽ കേട്ടറ്റിനോ LPUPക്കോ ഇനി വേണ്ട. കേട്ടറ്റിനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ ഇവാലുവേഷൻ ആയിട്ട് വരും, മാത്സിൽ വരും, അതുപോലെ തന്നെ സയൻസിൽ വരും, സൈക്കോളജിയിൽ തന്നെ വരും. അപ്പൊ എന്ത് ചെയ്യാം? നോക്കിക്കോളൂ, ടേം എൻഡ് വിലയിരുത്തൽ, ടേം എൻഡ് വിലയിരുത്തൽ അല്ലെങ്കിൽ എക്സാം അല്ലെങ്കിൽ അവസാനത്തിലുള്ള വിലയിരുത്തൽ താഴെ കൊടുത്തതിൽ ഏതുമായി ബന്ധപ്പെട്ടാണ്? നോക്കൂ, വിലയിരുത്തൽ തന്നെ പഠനം, പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനം തന്നെ വിലയിരുത്തൽ. ഇത് നമ്മൾ മാത്സിൽ എടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു സൈക്കോളജിയിൽ സാർ എടുത്തിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ ഒരു ടോപ്പിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഞാൻ പറയുന്നു അറ്റ്ലീസ്റ്റ് വിലയിരുത്തൽ എന്ത് ചെയ്യുക? പക്കാക്കിയിട്ട് പോവുക. എന്തായാലും ഒരു എനിക്ക് തോന്നുന്നൊരു മൂന്നിൽ കുറയാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും. 3 അല്ല 4 5 ചോദ്യങ്ങൾ എന്ത് ചെയ്യാവും? വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട്. ഓക്കെ അല്ലേ? വിലയിരുത്തൽ ഇനി പറയേണ്ട വിചാരിക്കുന്നു. സൈക്കോളജി ക്ലാസ്സിൽ സാർ ഡിസ്കസ് ചെയ്തതായിരിക്കും, എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ടേം എൻഡ് അവസാനമുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ പഠനത്തിനെ വിലയിരുത്തുന്ന സാഹചര്യമാണ്. അടുത്ത നോക്കിക്കോളൂ, 10 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും 10% വർദ്ധിപ്പിച്ചാൽ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ശതമാനം ഉണ്ട്, അതുപോലെ തന്നെ സമചതുരം ഉണ്ട്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഒന്ന് എല്ലാവരും എന്ത് ചെയ്യാ? സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഉത്തരം വരുന്നുണ്ട്. ചിലപ്പോൾ മുമ്പ് ചെയ്ത് നോക്കിയതായിരിക്കും. എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ എന്ത് ചെയ്യും? മാത്സ് മനസ്സിലാക്കിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യാം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യാണ് പറയാൻ പോവാണ്. 10 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം. എന്ത് ചെയ്യാം? ആദ്യം തന്നെ നമുക്ക് സമചതുരം ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. 10 സെന്റിമീറ്റർ ആണ് എന്ത്? എല്ലാ സൈഡും. ഓക്കെ അല്ലേ? ഇതിന്റെ എല്ലാ വശങ്ങളും 10% വർദ്ധിപ്പിച്ചാൽ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? ഇപ്പൊ നിലവിലെ പരപ്പളവ് എത്രയാ? ആദ്യത്തെ പരപ്പളവ് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് മുമ്പുള്ള പരപ്പളവ്, ആദ്യ പരപ്പളവ് എന്ത് ചെയ്യാം? നമുക്ക് പറയാം. ആദ്യ പരപ്പളവ് എന്ന് പറഞ്ഞാല് 10 സ്ക്വയർ ആണ്, അഥവാ 100 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലെ? ഇനി എന്താണ്? 10% വർദ്ധിപ്പിക്കുകയാണ്. അഥവാ 10% എന്ന് പറഞ്ഞാല് ഓരോ സൈഡിന്റെയും 10% എന്ത് ചെയ്യുന്നത്? വർദ്ധിപ്പിക്കുന്നത്. അപ്പം 10ന്റെ 10% എത്രയാ? 10ന്റെ 10% എന്ന് പറഞ്ഞാൽ 10 × 10/100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ആണ് 10ന്റെ 10% എന്ന് കിട്ടും.
അപ്പൊ 10% വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാല് 10ക്ക് 1 കൂട്ടുക, അഥവാ പുതിയ സമചതുരം എന്താവും? 11, 11, 11 എന്നാവും. അഥവാ അതിന്റെ പരപ്പളവ് എന്താവും? പുതിയതിന്റെ പരപ്പളവ് എന്താ അവിടെ? 121. അഥവാ 11ന്റെ സ്ക്വയർ 121 സെന്റിമീറ്റർ സ്ക്വയർ എന്നാവും. അപ്പൊ ആദ്യം 100 ആയിരുന്നു, പിന്നെ 121 ആയി. അഥവാ 121 100 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് 21 എന്ന് കിട്ടും. ഇവിടെ 100 ബേസിക് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാം? 21% നമുക്ക് പറയാം. അല്ലെങ്കിൽ എത്രയാണ് 121 എത്ര ശതമാനമാണ് 21 നോക്കിയാൽ എന്ത് കിട്ടും? 21% എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ 100ന്റെ എത്ര പെർസെന്റേജ് ആണ് നോക്കിയാൽ 21 ചോദിച്ചാൽ 21% ആണ്. അത് ഓപ്ഷൻ ഡി ആണ് എന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? ഇത് ഇങ്ങനെ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. ചോദ്യം എന്ത് ചെയ്യുക? ഓരോ സ്റ്റെപ്പ് എന്ത് ചെയ്യുക? പ്ലോട്ട് ചെയ്തിട്ട് ആലോചിച്ചിട്ട് ചെയ്യാം. 10 സെന്റിമീറ്റർ ആണ് ആദ്യത്തെ സമചതുരത്തിന്റെ പരപ്പളവ്, വശം. അതിന്റെ പരപ്പളവ് നമ്മൾ കണ്ടു. പിന്നെ സൈഡ് എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. അതിന്റെ പരപ്പളവ് കണ്ടു. ആൻസർ കിട്ടി. നോക്കിക്കോളൂ. ഇതിന്റെ ആൻസർ പെട്ടെന്ന് പറയണേ. ക്ലാസ് പറഞ്ഞ ചോദ്യമാണ്, നമ്മൾ പഠിപ്പിച്ച കാര്യമാണ്. 1 മുതൽ തുടർച്ചയായ 15 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? ചോദ്യം വായിക്കുമ്പോൾ ഉത്തരം വരണം. 1 മുതൽ 15 വരെയുള്ള തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യയാണ് ചോദിച്ചത്. ആവറേജ് ആണ് ചോദിച്ചത്. എങ്ങനെ കാണാം? ഒറ്റ സംഖ്യ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇരട്ട സംഖ്യ പറഞ്ഞിട്ടുണ്ട്, എണ്ണൽ സംഖ്യ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നടുവിലുള്ള സംഖ്യയാണ്. ഓക്കെ, വെരി ഗുഡ്. 15 എന്ത് ചെയ്തു? ആൻസർ വന്നു. അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. അഥവാ തുടർച്ചയായിട്ടുള്ള ഒറ്റ സംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ എത്രയാണോ ചോദിച്ചത് അത് തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. അഥവാ ഒറ്റ സംഖ്യ ചോദിക്കുമ്പോൾ n ആണ് വരിക, ഇരട്ട സംഖ്യ ചോദിക്കുമ്പോൾ n+1 ആണ് വരിക. ഓക്കെ അല്ലേ? ഇനി 1 മുതൽ തുടർച്ചയായ 15 ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചതെങ്കിൽ n+1, അഥവാ 15ക്ക് 1 കൂട്ടി 16 ആണ് വരിക. ഇവിടെ ഒറ്റ സംഖ്യ, തുടർച്ചയായ ഒറ്റ സംഖ്യ ചോദിച്ചത്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒറ്റ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് 15 എന്ന് പറയാം. ഇവിടെ ഇരട്ട സംഖ്യയാണ് ചോദിച്ചതെങ്കിൽ ഉത്തരം എന്താവും? 15+1 16 ആവും. ഓക്കെ അല്ലേ? ശരാശരി. അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസിൽ മധ്യപദം ചോദിക്കും. നടുവിൽ വരുന്ന സംഖ്യയും ശരാശരിയും ഒക്കെ ഒന്നാണ്, കാരണം ഇതൊരു സമാന്തരമായിട്ടുള്ള ശ്രേണിയാണ്. അതുകൊണ്ട് മധ്യപദം ചോദിച്ചാൽ അത് 15 തന്നെയാണ്. ഓക്കെ അല്ലേ? എന്ത് ചെയ്യുന്നു? അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. ക്ലാസ്സിൽ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചിലപ്പോൾ പലരും തെറ്റിക്കാനുള്ള വകുപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്ഷനിലുണ്ട്, ക്വസ്റ്റ്യനിലുണ്ട്. നോക്കിക്കോളൂ, ചോദ്യം നോക്കിക്കോളൂ. ഒരു കച്ചവടക്കാരൻ 200 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ, 200 രൂപയ്ക്ക് അയാൾ സാധനം വിൽക്കുകയാണ്. 20 രൂപ അയാൾക്ക് നഷ്ടമായി. 20 രൂപ നഷ്ടമാണ് എങ്കിൽ കച്ചവടത്തിലെ നഷ്ടശതമാനം എത്ര? കച്ചവടത്തിലെ നഷ്ടശതമാനം എത്ര എന്നാണ് ചോദിച്ചത് അല്ലെ? ചോദ്യം എല്ലാവരും എന്ത് ചെയ്യാ? ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കാം. ഒരു കച്ചവടക്കാരൻ 200 രൂപയ്ക്ക് ഒരു സാധനം, എന്തോ ഒരു സാധനം വിറ്റു. അപ്പൊ അയാൾക്ക് 20 രൂപ നഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ നഷ്ടശതമാനം എത്ര? 20 രൂപ നഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സാധനത്തിന്റെ യഥാർത്ഥ വില എന്ന് പറഞ്ഞാല് 200 + 20 അല്ലെ? അഥവാ 220 ആണ് എന്ത്? സാധനത്തിന്റെ യഥാർത്ഥ വില. 220 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100% ആണ്. നമ്മോട് ചോദിച്ചത് നഷ്ടശതമാനമാണ്. നഷ്ടം എത്രയാന്ന് നമുക്കറിയാം. നഷ്ടം എത്രയാണ്? നഷ്ടം എത്ര നമുക്കറിയാം? 20 ആണ്. അപ്പൊ 20 ആണെങ്കിൽ ഇത് എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടാൽ മതി. അത്രേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയണേ. ഒരു കച്ചവടക്കാരൻ 200 രൂപയ്ക്ക് ഒരു സാധനം വിൽക്കുകയാണ്. അപ്പൊ 20 രൂപ നഷ്ടമാണ്. അപ്പൊ അതിന്റെ യഥാർത്ഥ വില എത്രയാ? യഥാർത്ഥ വില, റിയൽ വാല്യൂ എന്ന് പറഞ്ഞാല് 220 ആണ്. യഥാർത്ഥ വില നമുക്ക് എന്ത് പറയാം? 100% എന്ന് പറയാം. നമ്മോട് ചോദിച്ചത് നഷ്ടമാണ്, നഷ്ടമല്ല, നഷ്ടത്തിന്റെ ശതമാനമാണ്. അഥവാ 20 220 എത്ര പെർസെന്റേജ് ആണ് നോക്കിയാൽ മതി. ചുരുക്കി പറഞ്ഞാല് ഇതെങ്ങനെ ചെയ്യാം? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ലാഭവും നഷ്ടവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യത്തിനും, ഏകദേശം ചോദ്യത്തിനൊക്കെ നമ്മൾ ഉത്തരത്തിൽ എത്തിയത്. ഓപ്ഷൻ സി കമന്റ് ചെയ്തു. നോക്കണേ, നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ വന്നിട്ടുണ്ട്. ഓപ്ഷൻ സി അല്ല കേട്ടോ കറക്റ്റ് ആൻസർ. അത് തെറ്റും. ഞാൻ പറഞ്ഞ തെറ്റാനുള്ള വകുപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? തെറ്റൂല. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി ഈ ഒരു സാധനം പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തെറ്റൂല. പക്ഷെ വേറെ പല രീതിയിലും ഇത് എന്ത് ചെയ്യാറുണ്ട്? പലരും ചെയ്യാറുണ്ട്. നഷ്ടശതമാനം ചോദിക്കും. അപ്പൊ ഒക്കെ 200ന്റെ 20 എടുത്താൽ എന്ത് ചെയ്യും? തെറ്റും. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ. നമുക്ക് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യാം? അത് ക്ലോസ് ചെയ്യലാണ്. 100 × 20/220 ചെയ്യാം. 20 നമുക്ക് 20 ഒരു തവണ, 220 200 10 തവണ, 220 11 തവണ. അഥവാ എന്ത് ചെയ്താൽ മതി? 100/11 ചെയ്താൽ മതി. 100/11 ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. 100/11 കാണുമ്പോൾ തന്നെ ഓപ്ഷൻ നോക്കിയാൽ ചിലപ്പോ ചിലർക്ക് ഉത്തരം കിട്ടും. 10ൽ 11 ഇല്ല, 100ൽ 9 തവണ ഉണ്ട്. 9 11 99. ബാക്കി ശിഷ്ടം 1. 1ൽ 11 ഇല്ല, പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ 0 ഇട്ട് കൊടുക്കുന്നു. 10ലും 11 ഇല്ല, ഒരു 0 കൂടി ഇട്ട് കൊടുക്കുന്നു.
ഇവിടെ 100 ഇട്ട് കൊടുക്കും. 100ൽ 11 വീണ്ടും 9 തവണ, അല്ലെങ്കിൽ 9.09, അല്ലെങ്കിൽ 9 പോയിന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഓപ്ഷൻ ഒന്ന് നോക്കുക. 9 പോയിന്റ് വരുന്ന ഒറ്റൊരു ഉത്തരേ ഉള്ളൂ. ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. 10% അല്ല, 20 അല്ല. 20 ഒക്കെ എന്ത് ചെയ്യും? 10% ചിലപ്പം കിട്ടും. ചിലരെന്ത് ചെയ്യും? 200ന്റെ എത്ര ശതമാനമാണ് 20 നോക്കും. 200ന്റെ എത്ര ശതമാനമാണ് എന്നല്ല നോക്കേണ്ടത്, നമ്മുടെ യഥാർത്ഥ വിലയായ 220ന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. ഓക്കെ അല്ലേ? എന്ത് ചെയ്യാം? ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഇങ്ങനത്തെ ചോദ്യം എന്ത് ചെയ്യാറുണ്ട്? കാറ്ററ്റിനും മറ്റു പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ക്ലാസ് സംശയമുള്ളവർ എന്ത് ചെയ്യാ? ഒന്ന് കേട്ട് നോക്കാം. ഇനി നോക്കൂ, പെഡഗോജിയുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യമാണ്. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ എന്ന വാക്യം രൂപീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ബോധന രീതി ഏത്? ബോധന രീതികളെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ചിലപ്പോൾ സയൻസിലും മാത്സിലും ക്ലാസ് എടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷെ സയൻസിലും പെഡഗോജിയിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? എടുത്തിട്ടുണ്ടാവും. നോക്കാം. ആഗമന രീതി, പരീക്ഷണ രീതി, പ്രൊജക്ട് രീതി, അപഗ്രഥന രീതി. ഏതാണ് ഓപ്ഷൻ വരിക? പരീക്ഷണം ഒന്നും നടത്തി നോക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമവാക്യം രൂപീകരിക്കുന്നതിന്. പ്രൊജക്ട് രീതിയുടെ ആവശ്യമില്ല, അപഗ്രഥന രീതിന്റെയും ആവശ്യമില്ല. ആഗമന രീതിയാണെന്ത് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും. നോക്കിക്കോളൂ. ഒരു ടാങ്കിൽ 4/5 ഭാഗം വെള്ളമുണ്ട്. 4/5 ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. 100 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ ടാങ്ക് നിറഞ്ഞുവെങ്കിൽ ടാങ്കിന്റെ ഉള്ളളവ് എത്ര, അല്ലെങ്കിൽ ടാങ്കിന്റെ മൊത്തം അളവ് എത്ര എന്നാണ് ചോദ്യം. അല്ലെ? ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? 4/5 ഭാഗം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി എത്ര ഫില്ല് ചെയ്യേണ്ടത്? ആൻസർ വരുന്നുണ്ട്. എത്ര ഫില്ല് ചെയ്യേണ്ടത്? നമുക്ക് ടോട്ടൽ 5 ഭാഗമാണ്. 5 ഭാഗമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ടോട്ടൽ ആയിട്ടുള്ളത്. അതില് 4/5 ഭാഗം ഫില്ലാണ്. അഥവാ 5/5 നമുക്ക് 4/5 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 1/5 ഭാഗം. ഈ 1/5 ഭാഗം അല്ലെങ്കിൽ ഫില്ല് ചെയ്ത ഭാഗം എന്ന് പറഞ്ഞാല് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ഭാഗം എന്ന് പറഞ്ഞാല് 100 ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം, അല്ലെങ്കിൽ 5 ഭാഗമാണ് അറിയേണ്ടത്. മൊത്തം ഭാഗം എന്ന് പറയുമ്പോൾ എന്താണ്? 5 × 100. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു? കുറെ ആൾക്കാർ ആൻസർ കമന്റ് ചെയ്തു. 500 എന്ത് ആകെ ഉള്ളളവ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ കടക്കുകയാണ്. ഇതിന്റെ ഓപ്ഷനിൽ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ഓൾറെഡി അങ്ങനെ മിസ്റ്റേക്ക് ഉള്ളതാണ്. അത് ഞാൻ പറയാം. നോക്കിക്കോളൂ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ എയും ഒയും ബിയും സിയും ഡിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് വിശേഷണം എന്ത് ചെയ്തിട്ടുണ്ട്? വിശേഷണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ. ചിത്രത്തിൽ O വൃത്ത കേന്ദ്രവും AB വൃത്തത്തിന്റെ വ്യാസവുമാണ്. AB എന്നുള്ളത് വൃത്തത്തിന്റെ വ്യാസമാണ്. O സെന്റർ ആണ്. BOC തന്നിട്ടുണ്ട്. BOC 60 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ OCD എന്താണ്? 40 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ AOCന്റെ അളവാണ് ചോദിച്ചത്. AOC ആണ് ചോദിച്ചത്. അഥവാ ഇതാണ് ചോദിച്ചത്. ഇത് വളരെ സിമ്പിൾ ആണ്. ഇതിന് വേറൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യണ്ട? നോക്കേണ്ടതില്ല. കാരണം വ്യാസമാണല്ലോ അടിയിലുള്ളത്. അല്ല, അടിയിലുള്ളത് വ്യാസമാണ്. അതിനൊരു വര ഇങ്ങനെ 60 കൊടുത്തിട്ടുണ്ട്. നമ്മൾ രേഖീയ ജോഡി പഠിച്ചിട്ടില്ലേ? അപ്പൊ ബാക്കിയുള്ള കോണ് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം എന്താണ്? 120 ആണ്. കാരണം ടോട്ടൽ 180 ആണ് വേണ്ടത്. ഈ ടോട്ടല് 180 ആണ് വേണ്ടത്. വ്യാസം എന്നുള്ളത് സ്ട്രൈറ്റ് ലൈൻ ആണല്ലോ. ടോട്ടൽ 180 ആണ് വേണ്ടത്. അപ്പൊ 60 ഉണ്ട്, 120. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. പക്ഷെ 20 ആണ് എന്ത് ഓപ്ഷനിൽ ഉള്ളത്. 120 ആണ് എന്ത് കറക്റ്റ് ആൻസർ. ഇനി ഇതേപോലെ എന്ത് ചെയ്താറുണ്ട്? വ്യാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വൃത്തത്തിന്റെ മറുകോണ് അല്ലെങ്കിൽ മറുചാപത്തിൽ എന്ത് ചെയ്തു? ഇവിടെ ഒരു കോണ് നമുക്ക് തരും. ഇതേപോലെ ഒരു കോണ് തരും. വ്യാസത്തിന്റെ നേരെ അല്ലെങ്കിൽ വൃത്ത കേന്ദ്രത്തിന്റെ നേരെ ഓപ്പോസിറ്റില്. അങ്ങനത്തെ കേസിൽ എന്താണ്? പകുതിയാണ് വരിക കേട്ടോ. വൃത്തത്തിന്റെ സെന്ററിൽ അതിന്റെ പകുതിയാണ് എന്ത് ചെയ്യുക? മുകൾ ഭാഗത്ത് വരിക. അഥവാ 120ന്റെ പകുതിയായിട്ട് 60 ആണ് എന്ത് ചെയ്യുക? വരിക. അങ്ങനത്തെ കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ എന്താണ്? ഏതായാലും 120 ആണ് കറക്റ്റ് ആൻസർ. അടുത്തൊരു ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം? കിടക്കാം. അംശബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വളരെ ഓക്കെ. എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാന് അവിടെ ആംഗിൾ BOC 60 തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. ഹലോ തന്നിട്ടുണ്ട്. ഹലോ കേൾക്കുന്നില്ല, പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നില്ലേ? ആംഗിൾ BOC 60 അല്ലേ തന്നത്? അതെ, തന്നിട്ടുണ്ട്.
അവിടെ അപ്പൊ ബാക്കി ആംഗിളിന്റെ ആവശ്യം ഇല്ലല്ലോ, അത് ലീനിയർ പെയർ അല്ലേ, ലീനിയർ പെയർ അതെ, അല്ലേ, അപ്പൊ അത് ആണ് വെച്ചിട്ടും ചെയ്താൽ ഞാൻ പോരെ? പറഞ്ഞ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് എന്താണ്, ഇത് എന്താണ് ഹലോ, ഈ ആംഗിൾ ബി ക്വസ്റ്റ്യൻ ഒ സി 60 ഡിഗ്രി എന്നാണല്ലോ തന്നത്, അപ്പൊ അവിടെ വേറെ ആംഗിളിന്റെ ആവശ്യം ഇല്ലല്ലോ, ലീനിയർ പെയർ വെച്ചും ചെയ്തൂടെ? ചെയ്യാം. ലീനിയർ പെയർ വെച്ച് ചെയ്തൂടെ? ഓക്കെ ടീച്ചറെ, ഞാൻ പറയാം. ഞാൻ പറഞ്ഞു ആൻസർ 120 ആണ്. അതെന്താണ്, ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്, ഓപ്ഷനിൽ തെറ്റാണ്. ഇപ്പൊ 20 ആണ് നമുക്ക് കൊടുത്തത്, 120 ആണ് എന്ത് കറക്റ്റ് ആൻസർ. അത് ഞാൻ പറഞ്ഞു. ഇനി ആ രണ്ടാമത് ഇതിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് എന്ത് ചെയ്തത് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്തത് സോൾവ് ചെയ്തത് ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി വെച്ചിട്ടാണ് എന്ത് ചെയ്തത് 120 നമുക്ക് കിട്ടിയത്. ഇനി എന്ത് ചെയ്യും, മറുചാപത്തിലെ കോൺ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ചില ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതാണ് എന്ത് ചെയ്തത് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല, ചോദിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ ആൻസർ 120 തന്നെയാണ്, സംശയമില്ല, 120 ആണ്. ലീനിയർ പെയർ വെച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ അല്ലേ? ഓപ്ഷനിൽ 20 ഉള്ളത്, അത് എന്ത് ചെയ്തു നമ്മള് എന്ത് ചെയ്തിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. ഇവിടെ 120 ആണ്. പിന്നെ മറുചാപത്തിലെ കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അതിൽ എന്ത് ചെയ്യണ്ട, ഈ സംശയം ഉണ്ടെങ്കിൽ നോക്കണം, അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല, എന്നാൽ അത് കൂടെ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ അല്ലേ? ചാർജ് ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം സമയമായിട്ടുണ്ട്. ഒരു ചോദ്യം കൂടെ എന്ത് ചെയ്യാം പറഞ്ഞിട്ട് ബാക്കി അടുത്ത ക്ലാസ് എന്ത് ചെയ്യാം നമുക്ക് കൂട്ടി പറയാം. ഒരു 9 ചോദ്യം കൂടി ഉള്ളൂ. ഏതായാലും സമയം 1 മണിക്കൂറായ സ്ഥിതിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോളൂ, ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധം കൊടുത്തിട്ടുണ്ട്. 7:5 ആണ്. ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തെക്കാൾ 8 കൂടുതലായാൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര? ഓക്കെ അല്ലേ? അവിടെ അംശബന്ധമാണ് കൊടുത്തത് 7:5. അംശബന്ധത്തിന് ഒന്നാമത്തെ ഒരു 9 പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത ആണെന്ത്, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഗുണിക്കാൻ പറ്റും, മാറ്റില്ലാതെ നമുക്ക് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണം ഒന്നും അറിയില്ല. ഏഴിന്റെ ഏതൊരു മൾട്ടിപ്ലൈ ആയിക്കാരം, അതുപോലെ 5ന്റെ ഏതൊരു മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. കാരണം അതിന്റെ ഒരു ചെറിയ രൂപമാണല്ലോ അംശബന്ധം അല്ലെ? അത്ര ഒന്നും മസിലെടുത്ത് പോകണ്ട. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യാം, നമുക്ക് എക്സ് എടുക്കാം. 7x-ഉം 5x-ഉം ആക്കിയിട്ട് എന്ത് ചെയ്യാം, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എടുക്കാം. ഇനി നമ്മോട് ചോദിച്ചത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിന് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളെക്കാൾ 8 കൂടുതലാണെന്ന് കൊടുത്തിട്ടുണ്ട്. അഥവാ കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ 7x - 5x, അതിന്റെ ഡിഫറൻസ് 7x - 5x. അഥവാ എക്സിനും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ, 8 ആണ്. അപ്പൊ 7x-ന് 5x നമുക്ക് ഡയറക്റ്റ് കുറക്കാൻ പറ്റും. എന്ത് കിട്ടും, 2x കിട്ടും. അഥവാ 2x = x, x = 8/2, x = 8/2 അഥവാ 4 എന്ന് കിട്ടും. 4 എന്ത് ചെയ്യും, 8/2 കിട്ടും, x എന്ന് കിട്ടും. ഇനി നമ്മോട് എന്താ ചോദിച്ചത്, ആൺകുട്ടികളുടെ എണ്ണാണ് ചോദിച്ചത് അല്ലെ? ആൺകുട്ടികളുടെ അംശബന്ധം എത്ര, 7x ആണ് അല്ലെ? 7x ആണ് എന്ത്, ആൺകുട്ടികളുടെ അംശബന്ധത്തിന് നമ്മൾ മാറ്റിയത്. അപ്പൊ x നമുക്ക് എന്ത് ചെയ്തു, 4 കിട്ടി. x 4 കിട്ടിയാൽ എന്ത്, x എന്ത് ചെയ്തു, നമുക്ക് 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും, 7x 7 × 4 28 എന്ന് എന്ത് ചെയ്യും, ആൻസർ ആയിട്ട് കിട്ടും. പലരും കമന്റ് ചെയ്തു, ഓപ്ഷൻ സി ആണ് എന്ത് കറക്റ്റ് ആൻസർ. 1 മണിക്കൂറാണ് നമ്മുടെ സമയം, ഇത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മാത്സ് ആയതുകൊണ്ട് എന്താണ്, ഏകദേശം നമ്മൾ 20 ക്വസ്റ്റ്യൻ 1 മണിക്കൂർ കൊണ്ട് 20 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 കേസുകൾ വേറെ സാധാരണ പലിശ പറഞ്ഞപ്പോ കൂട്ടുപലിശ പറഞ്ഞപ്പോൾ സാധാരണ പലിശ പറഞ്ഞു. പിന്നെ മറുചാപത്തിൽ കോൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ സംശയം ഉണ്ട് എന്ത് ചെയ്യാ, അടുത്ത ക്ലാസ്സിൽ അങ്ങനത്തെ ഒരു ചോദ്യം ആയിട്ടാ. ടീച്ചർ രേഖീയ ജോഡിന്റെ ആ കേസ് പറഞ്ഞത് ഞാൻ, അത് രേഖീയ ജോഡി വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തത്, ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തത്. പിന്നെന്താണ്, മറുചാപത്തിൽ കോൺ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഞാൻ എന്ത് ചെയ്യാ അടുത്ത ക്ലാസ്സിൽ അതും കൂടി ഉൾപ്പെടുത്തും. ബാക്കിയുള്ളതൊക്കെ ക്ലിയർ ആണ് വിചാരിക്കുന്നു. ടീച്ചർമാരോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ത് ചെയ്യാ, പ്രീവിയസ് ഇയർ നിങ്ങൾ കഴിയുന്നിടത്തോളം എന്ത് ചെയ്തോളൂ, സോൾവ് ചെയ്തോളൂ. മാത്സിന്റെ കേസിലാണെങ്കിൽ ഇംഗ്ലീഷും മലയാളമൊക്കെ എന്ത് ചെയ്തോളൂ, ഒരു ദിവസം പ്രീവിയസ് ഇയറിലും അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സിലൊക്കെ പഠിച്ച ഒരു 40-50 ക്വസ്റ്റ്യൻ ഒരു ദിവസം എന്ത് ചെയ്യുക, ചെയ്യാൻ നോക്കുക. അതൊക്കെ ചോദ്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുള്ളൂ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ സൈക്കോളജിന്റെ കേസ് നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല വിചാരിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സാറോട് ചോദിച്ച് തീർക്കാം. ഞാൻ പറയട്ടെ, പ്രീവിയസ് ഇയർ ചെയ്ത് മാത്രം തന്നെ അത്യാവശ്യം ഒരു എന്താണ് ആവറേജിന് എബോ ആവറേജ് സ്റ്റുഡൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ചെയ്തിട്ട് തന്നെ പാസ് ആയവരൊക്കെ എനിക്കറിയാം. ആ പ്രീവിയസ് ഇയർ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. പിന്നെ റിവൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 1ാം റാങ്ക് ഒന്നും വേണ്ട, നമുക്ക് ഏത് ക്വാളിഫൈ ചെയ്യാം. കേട്ടിട്ട് ഇല്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് TDC അല്ല, B.Ed അല്ല, M.Ed ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ഒരു ഡെയിലി വേജിന് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, കേട്ടിട്ട് നിർബന്ധമാണ് ഇപ്പോ അല്ലെ? കേട്ടിന്റെ വിഷയമൊക്കെ വളരെ
വിവാദമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാ, 500 റുപ്യ പോണത് മാത്രമല്ല നമ്മുടെ അധ്വാനം, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ, അതിന്റെ ഒക്കെ അപ്പുറത്ത് നമുക്ക് ഒരു അധ്യാപകന്റെ പൂർണ്ണ പവർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, കേട്ടിട്ട് വേണം. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അതുപോലെ തന്നെ 7 ദിവസമേ ഉള്ളൂ. എല്ലാവർക്കും നല്ലപോലെ പഠിച്ച് നല്ല സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ് ചോദിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നമ്പറിൽ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വാട്സപ്പ് വഴി എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഓൾ ഓഫ് യു, താങ്ക് യു.